This call is now being recorded. അമീൻ ഷാജിയുടെ വീഡിയോ ഓഫ് ആണല്ലോ. വീഡിയോ ഓൺ ചെയ്ത് വെച്ച അമീനെ സാർ ഓഫീസിൽ പറഞ്ഞു വിളിച്ചു പറഞ്ഞോ. അമ്ന ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ അമ്ന നമ്മൾ പഠിച്ചേ? ലാസ്റ്റ് ക്ലാസ്സിൽ ലെൻസിന്റെ പ്രത്യേകതയൊക്കെ അല്ലെ? എന്താണ് കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത? എന്താ കോൺവെക്സ് ലെൻസിന്റെ? അതിന്റെ എഡ്ജ് തിന്നും സെന്റർ മറ്റേ കട്ടിയുള്ളത് തിക്കായിരിക്കും അല്ലെ? എഡ്ജ് തിന്നായിരിക്കും, സെന്റർ കട്ടിയുള്ളതായിരിക്കും. ഓക്കെ. ഇനി മുഹമ്മദ് ബിൻഷാദ്, ഇനി സെന്റർ തിക്കും എഡ്ജ് തിന്നുവാണെങ്കിൽ അങ്ങനെയുള്ള ലെൻസിന് എന്താ പറയാ? കോൺകേവ് അല്ലെ? സെന്റർ തിക്കും എഡ്ജ് തിന്നും തെറ്റാണ് കേട്ടോ, കോൺവെക്സ് തന്നെയാണ്. ആദിൽ അബ്ദുൽ സലാം, ഇനി എഡ്ജ് തിന്നാണ്, സെന്റർ തിക്കാണ്, അങ്ങനെയുള്ള ലെൻസിന് എന്താ നമ്മൾ പറയാ? കോൺവെക്സ് തന്നെയല്ലേ അതും അല്ലെ? ഓക്കെ, അതും കോൺവെക്സ് തന്നെയാണ്. ഓക്കെ, എല്ലാം കോൺവെക്സ് ആണ് അല്ലെ? അഹമ്മദ് ഹലീം ഇനി ശ്രദ്ധിച്ച് കേട്ടോളണം. എഡ്ജ് തിക്കാണ്, സെന്റർ തിന്നാണ്, അങ്ങനെയുള്ള ലെൻസിന് എന്താ പറയാ? കോൺകേവ് ആണ്. ഓക്കെ. മൈൻ ഷാ, അപ്പൊ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്താ പറഞ്ഞേ? ബുക്കിൽ നോക്കരുത് കേട്ടോ. കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത പറഞ്ഞേ. എഡ്ജ് തിക്കും സെന്റർ തിന്നുമാണ്. ഓക്കെ. ഷാരൂഖ് ഖാൻ, അപ്പൊ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞേ. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാം. അറിയില്ല. ഓക്കെ. അല്ലമീൻ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് ഇതേ ഷാരൂഖിന് അറിയില്ല. ഷാരൂഖ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അബ്സെന്റ് ആയിരുന്നു കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കും. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? അറിയില്ല. മുഹമ്മദ് അമാൻ, ഒന്ന് പറഞ്ഞേ. മുഹമ്മദ് അമാനെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? അബ്സല്യൂട്ട് ഇപ്പൊ റെഡിമെയ്ഡ് ഉണ്ടാവും, എനിക്കറിയാം. വേണ്ട വായിക്കണ്ട, നോക്കി വായിക്കണ്ട കേട്ടോ. നോക്കി വായിക്കും. ബുക്കിൽ നോക്കിയല്ലേ വായിക്കുന്നേ? അത് വേണ്ട, ബുക്കിൽ നോക്കി വായിക്കാൻ ഇപ്പൊ അമാനെ ഇപ്പൊ വിളിക്കണോ? ഗൗരി, ബുക്ക് അടച്ച് പറഞ്ഞു. ബുക്ക് അടച്ചെന്ന് അമ്മാൻ പറഞ്ഞു. അമ്മാൻ പറയട്ടെ, അമ്മാനൊരു അവസരം കൊടുത്തു. പറഞ്ഞോ. റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് compared to another medium. Ratio of speed of light in one medium when compared to another medium. Equation എന്താ? അബ്സല്യൂട്ടിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n equal to c by v. ഗൗരി, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബെൻഡ് അവേ ആയിരിക്കും, ബെൻഡ് ടുവേർഡ്സ് ആയിരിക്കും? നോർമൽ ഡെൻസറിന്ന് റയറിലേക്ക് ബെൻഡ് അവേ ഫ്രം നോർമൽ. അങ്ങനെയാണെങ്കിൽ അയാൻ ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആവാനുള്ള കണ്ടീഷൻ എന്താ? അപ്പോ ഒരു ലൈറ്റർ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആവാനുള്ള കണ്ടീഷൻ എന്താ?
മീഡിയത്തിലേക്ക് വരുവാണെങ്കിൽ ടു മാർക്സ്. റയർ മീഡിയത്തിൽ നിന്ന് അത് ഡെൻസർ മീഡിയത്തിലേക്കായിരിക്കണം അല്ലെ? ഓക്കെ. അച്ചു നമ്മള് അബ്സല്യൂട്ടിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ C/V. ബിലാൽ നാസർ, സി എന്താ അതിനകത്ത്? സി എന്താണ്? സാർ സി എന്താ? സി എന്താ? വാക്യത്തിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാ അത് വാല്യൂ? 300 മീറ്റർ പെർ സെക്കൻഡ്. ഫസ്ന ഫാത്തിമ എന്താ സ്നെൽസ് ലോ? Sir, ratio of sine of angle of incidence to sine of angle of refraction. അത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിത്ത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ റേഷ്യോ അത് എടുത്താൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. ആ കോൺസ്റ്റന്റ് എന്ന് മാത്രം പറയണം, അതിനൊരു പേരും ഉണ്ടല്ലോ. എന്താണ്? Refractive index. മൂസിൻ മുസ്തഫ. സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ആദ്യത്തെ ലോ ഓഫ് റിഫ്രാക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ. അയ്യോ, നിനക്ക് എന്തേ പഠിക്കാൻ താല്പര്യമില്ലേ? ഇവർക്കൊന്നും താല്പര്യമില്ലേ? നീ ഇത് ഇവിടുന്ന് പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിക്കണമെന്ന് അതിന്റെ അർത്ഥം അല്ലേ? നമ്മളൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ അത് അയാൾ മനസ്സിലാക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ക്ലാസ് എടുക്കുമ്പോൾ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ ചോദിക്കുമ്പോൾ അയ്യോ അത് അറിയില്ല എന്നതാ അതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളതാണ്, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള കാര്യം കേട്ടാ. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ അതിനുള്ളത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, കിട്ടാണ്ടിരിക്കില്ല കേട്ടോ. അതാണ്. അല്ലെങ്കിൽ മൊത്തം ലോ തെറ്റിപ്പോവില്ലേ? നമ്മൾ പറയാറില്ലേ, നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ലെങ്കിലും കർമ്മ ഈസ് എ ബൂമറാങ് എന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ന്യൂട്ടന്റെ ലോ വെച്ചിട്ടല്ലെങ്കിലും ഓക്കെ. അതുകൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം എന്തായാലും കിട്ടും. പഠിച്ചില്ലെങ്കിലും അതിന്റെ ഗുണം നിങ്ങൾക്ക് എന്തായാലും കിട്ടാണ്ടിരിക്കില്ല, അത് കിട്ടും എന്തായാലും കേട്ടോ. അതിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി പഠിക്കാനുള്ളത് എവിടെ നമ്മൾ നിർത്തി? എവിടെയാ ലാസ്റ്റ്? ഫോക്കസിലാണ് നിർത്തിയ അല്ലെ? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിലാണ് നമ്മൾ നിർത്തിയത്, ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് കോൺകേവിന്റെ ഫോക്കസിലാണ് കണ്ടുപിടിക്കുക. അതിന് മുമ്പ് ക്വസ്റ്റിനറിൽ ഒരു ക്വസ്റ്റിനും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ആഡ് ചെയ്തതാണ്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ കൂടി. ഓക്കെ, ആ ഫിഫ്ത്ത് വൺ ഒരാൾ വായിക്കുക. നമുക്ക് ആരാ വായിക്കുക? നമുക്ക് ഈ ഇവരെ താല്പര്യമില്ലാത്തവരെ തന്നെ നോക്കാം. നമുക്ക് ആരൊക്കെയാ? അല്ലമീൻ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അല്ലമീൻ ക്വസ്റ്റ്യൻ വായിച്ചു. Sir, ക്വസ്റ്റ്യൻ വായിച്ചു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. parallel ray after refraction ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇന്ന് ഈ പറഞ്ഞ അല്ലമീനും ഷാരൂഖും അമാനും മൂസിനും ക്ലാസ് കഴിഞ്ഞ് ഒന്ന് നിൽക്കണം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം പോവാൻ കേട്ടോ. പറഞ്ഞു. Parallel ray after refraction through the convex lens converge at a point called focus. ശരിയാണോ? True or false? ട്രൂ ഓർ ഫോൾസ് ആണ്? അല്ലമീൻ എന്താ തോന്നുന്നത്? ശരിയാണോ തെറ്റാണോ? True അല്ലേ? ട്രൂ അല്ലേ? ട്രൂ ആണോ? അതെ. ട്രൂ അല്ലേന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പൊ നീ എന്നോട് തിരിച്ചു ചോദിക്കണോ ട്രൂ അല്ലേന്ന്? ട്രൂ ആണല്ലേ? അതുകൊണ്ടാണ് അല്ലമീനെ നമ്മൾ അവിടെ ഇമേജ് കണ്ടത്. നമ്മൾ ലെൻസിന്റെ പുറകിൽ ഇമേജ് കണ്ട എന്തുകൊണ്ടാ? ആ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് വന്ന ലൈറ്റർ എല്ലാം കൂടി അവിടെ മീറ്റ് ചെയ്തോണ്ടല്ലേ? അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഇമേജ് കിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോ ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു. Parallel rays after refraction through the convex lens converge at a point called focus. Okay. സാർ ഇത് പ്രിൻസിപ്പൽ ഫോക്കസിന്റെ അടിയിലല്ലേ ഇതുണ്ട്? അതിപ്പോ അല്ല, പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ക്വസ്റ്റ്യനെയർ എഴുതിയിട്ടില്ലേ? നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമല്ലോ. അത് ആക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് പോയാൽ മതി.
പ്രിൻസിപ്പൽ ഫോക്കസ് എന്താന്നുള്ളതിന്റെ നല്ലൊരു ഡെഫിനിഷൻ ഞാൻ തരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ. ഇർഫാൻ ഷംസുദ്ദീൻ ചോദിച്ചോ? ഇർഫാൻ എന്തോ സംശയം ചോദിച്ചു. ഇർഫാനെ ചോദിച്ചോ? പറഞ്ഞോ ഇർഫാൻ ചോദിച്ചോളൂ. ഇർഫാൻ ഷംസുദ്ദീൻ ചോദിച്ചോളൂ. ഓക്കെ മനസ്സിലായി. അപ്പൊ ഇർഫാൻ ചോദിച്ച സംശയം വേറെ ഒന്നുമല്ല, ഇത് ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുവോ? ഇത് സാറ് ചുമ്മാ പറയുന്നതാണോ? അതായത് ഈ ലൈറ്റർ ശരിക്കും പാരലായിട്ട് പോകുന്ന ലൈറ്ററെ ഫോക്കസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടോ? നമ്മളിപ്പോ അങ്ങനെ വെറുതെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റുമോ? അതൊന്ന് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമല്ല. അതാണ് ഇർഫാൻ ചോദിച്ചത്. ഓക്കെ, നല്ല സംശയമായിരുന്നു. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കാണാം കേട്ടോ, എങ്ങനെയാണ് ലൈറ്റ് നമുക്ക് ഫോക്കസിൽ മീറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അത് കണ്ടിട്ട് നമുക്ക് ഈ ഫോക്കസിന്റെ ഡെഫിനിഷനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, കുറച്ച് പാരലൽ റേസ് ഉണ്ട്. ഞാൻ അതിന്റെ ഇടയ്ക്കിലേക്ക് ഒരു കോൺവെക്സ് ലെൻസ് കൊണ്ടുപോയി വെക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ആ മാറ്റം കാണാം ആ ലെൻസ് അവിടെ കൊണ്ടുപോയി വെക്കുമ്പോ. ഓക്കെ, ഇർഫാൻ കണ്ടോ? ആ റേസ് എല്ലാം കൂടി എന്ത് ചെയ്തു? ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുവാണ് ചെയ്തത്. ഓക്കെ, കോൺവെക്സ് ലെൻസിന് അതുകൊണ്ട് വേറൊരു പേര് കൂടി നമുക്ക് പറയാം, കൺവേർജിങ് ലെൻസ് എന്ന് പറയാം. ഓക്കെ, കൺവേർജിങ് ലെൻസ്. Convex lens is a converging lens. Okay. ഇനി കഴിഞ്ഞല്ലോ. ഇതേ കോൺവെക്സ് ലെൻസ് ഇന്നലെ ആരാ ചോദിച്ചേ? അബിൻ ചോദിച്ചത് ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ച, അതായത് ഈ ലെൻസ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊരു പേപ്പറിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ലെൻസ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കത്തിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഓക്കെ, കാരണം ഇതേ കാര്യം തന്നെയാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കാണാൻ പറ്റും ഇങ്ങനെ കത്തിക്കുന്നതും. അതുപോലെ ഈ മറ്റേ ബൾബ് ഉണ്ടല്ലോ, ഫിലമെന്റ് ബൾബിനകത്തുനിന്ന് അതിന്റെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വെള്ളം നിറച്ചു വെച്ചിട്ട് ഇതേപോലെ സൺലൈറ്റിൽ നിന്ന് ഫോക്കസ് ചെയ്യിപ്പിച്ച് പേപ്പർ കത്തിക്കുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിൽ നോക്കിയാലും സെയിം തന്നെ. അതായത് എന്ത് ചെയ്യും? ഈ പറയുന്ന സൺറൈസ് ഈ ലെൻസിലൂടെ ഇവിടെ വന്ന് ഫോക്കസ്ഡ് ആവുമ്പോൾ ഒരു സണ്ണിന്റെ ഒരു റിയൽ ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് റിയൽ ഇമേജ് സ്ക്രീനിൽ കിട്ടിയ പോലെ സണ്ണിന്റെ റിയൽ ഇമേജ് ഇവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ വരുന്ന ലൈറ്റർ എല്ലാം ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? ഹീറ്റ് എനർജി അല്ലെ, അത് ബേൺ ചെയ്യും, ഒന്ന് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. സെയിം ആപ്ലിക്കേഷൻ ആണ് ഇതിന്റെ. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസിപ്പൽ ഫോക്കസിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണം. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എഴുതിക്കോ, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. അഭിനയ പറഞ്ഞു. Principal focus of a convex lens. അഭിനയ പറഞ്ഞോളൂ. ഓക്കെ, ഇനി ഇവിടെ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കട്ടോ. ഇതെങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നത് നമ്മൾ തിയറിയിൽ എങ്ങനെ കാണിക്കാം? ഇതൊക്കെ പ്രാക്ടിക്കൽ ആണ് അല്ലെ. തിയറിയിൽ നമ്മൾ എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ. ഈ ഫിഗർ നിങ്ങൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ഫിഗർ ഞാൻ തരാം കേട്ടോ. ഇതെന്താന്ന് നിങ്ങൾ പക്ഷെ അറിഞ്ഞിരിക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺവെക്സ് ലെൻസ് ഞാൻ വരയ്ക്കുവാണ്. ഓക്കെ, ഇതാ കേറിക്കോ മോനെ, കേറിക്കോ. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു. ഇത് വരയ്ക്കണ്ട കേട്ടോ, ഇതിപ്പോ ആരും വരയ്ക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് വരച്ചാൽ മതി. ഇതൊരു സ്പിയറിന്റെ പാർട്ടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആരും ഒന്നും വരയ്ക്കണ്ട, ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ലെൻസിലേക്ക് ലൈറ്റർ വരുവാണ്. പിന്നെ എന്താണ് ചോദിച്ചു? സാർ കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. സാർ, ഈ ലൈറ്റിന് ഹീറ്റ് എനർജി മാത്രമേ ഉള്ളൂ? ലൈറ്റിന് ഹീറ്റ് എനർജി ശരിക്കും പറഞ്ഞാൽ രണ്ട് എനർജിയാണ്. ലൈറ്റ് എനർജി ഹീറ്റ് എനർജി രണ്ട് എനർജിയാണ്, എനർജി ഫോം ആണ് ലൈറ്റും ഹീറ്റും. ഓക്കെ, ഈ പറയുന്ന ലൈറ്റർ എല്ലാം കൂടി ഒന്ന് ഫോക്കസ് ആവുമ്പോൾ അവിടെ എന്തുകൂടി ഉണ്ടാവുകയാണ്? ലൈറ്റ് എനർജി. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എനർജി കൺവേർഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഊർജം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ലൈറ്റ് എനർജി ഹീറ്റ് എനർജി,
ഹീറ്റ് എനർജി ലൈറ്റ് എനർജി. ഓക്കെ, എനർജി ഇങ്ങനെ ഡിഫറെന്റ് ഫോമിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി സാർ പറഞ്ഞോ. ഇത് സൂര്യന്റെ വെട്ടം വെച്ച് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? സൂര്യന്റെ റേസ് ആണ് പവർഫുൾ ആയിട്ടുള്ളത്. പിന്നെ എനിക്കറിയില്ല, വേറെ സൂര്യന്റെ റേസ് വെച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടേക്കുന്ന അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒന്നും വെച്ചൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. ഓക്കെ സാർ, പറഞ്ഞോ. ഞങ്ങളുടെ ലെൻസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചെയ്തു നോക്കി കേട്ടാ. നല്ല ഉച്ച സമയത്ത് എന്ത് ചെയ്യുക, ആ ലെൻസ് കണ്ണിലേക്ക് അടുപ്പിക്കരുത് കേട്ടാ. ഈ ലെൻസ് വെച്ചിട്ട് പേപ്പറിലേക്ക് വെച്ചിട്ട് നോക്കി. ഇങ്ങനെ കത്ത് പിടിക്കുമെന്ന് അറിയില്ല, എന്നാലും ചെറിയൊരു ഈ പറഞ്ഞ പോലെ ഒരു ഹോള് പോലെ ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്തു നോക്ക് കേട്ടാ. നല്ല ഉച്ച സമയത്ത് ആ ലെൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, സണ്ണിന് നേരെ പിടിക്കുക. എന്നിട്ട് ഫോക്കൽ ലെങ്ത്തിൽ വെക്കണം. ഫോക്കൽ ലെങ്ത് എന്താണെന്ന് മനസ്സിലായി? നിങ്ങളുടെ ലെൻസിന്റെ ആ ഡിസ്റ്റൻസ് ഇല്ല, 15 സെന്റിമീറ്റർ, ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ബേൺ ചെയ്യുക, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടോ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇനി മൂസിനെ ആ ലാൻഡ്സ്കേപ്പിൽ വെച്ച് ആ വീഡിയോ എങ്ങനെ ഇരിക്കും? നിന്റെ ആകെ ഇത്രയാണ് നിന്നെ കിട്ടണുള്ളൂ. ആ ഇത്രയും കൂടെ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ശ്രദ്ധിക്കും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, പാരലൽ ആയിട്ട് 2 ലൈറ്റ്, ഇത് പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റർ വെച്ചു. ഓക്കെ, 2 ലൈറ്റർ പാരലൽ. ഇനി ഇവിടെ വരുമ്പോ എന്താ സംഭവിക്കാന്ന് നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. ഇത് എയർ അല്ലേ? അല്ല, ഇത് ഗ്ലാസും ശരിയല്ലേ? ഇത് എയർ അല്ലേ? എയർ എന്ന് എഴുതിക്കോട്ടെ. എയർ, ഇതിനകത്ത് ഗ്ലാസ്. പിന്നെ ഇവിടെ വീണ്ടും എയർ. ഓക്കെ, എയർ, ഗ്ലാസ്, എയർ. ഓക്കെ, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റർ പോകുമ്പോൾ എന്താ ഐഷ സംഭവിക്കുക? ലൈറ്റർക്ക് എന്താ സംഭവിക്കുക? അതിന്റെ പാത്തിന്, എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ പാത്തിന് എന്താ സംഭവിക്കുക? എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റർ എൻ്റർ ചെയ്യുമ്പോൾ അത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണോ, ബെൻഡ് അവേ ഫ്രം നോർമൽ ആണോ? അതാ എന്റെ ചോദ്യം. എയർ ടു ഗ്ലാസ്, റെയറർ ടു ഡെൻസർ, മീഡിയം. അതൊക്കെ ഇത് മാറി, എങ്ങനെ വന്നാലും മാറിപ്പോരുത് അത് ചോദിക്കുമ്പോ കേട്ടോ. ബെൻഡ് ടുവേർഡ്സ് നോർമൽ. പക്ഷെ എനിക്ക് നോർമൽ വരയ്ക്കണം. ഇതിന് നോർമൽ എങ്ങനെയാ പിള്ളേരെ ഞാൻ വരയ്ക്കുക? ആർക്ക് പറയാം ഇതിനൊരു നോർമൽ എങ്ങനെയാ ഞാൻ വരയ്ക്കുക? ഇതിനൊരു നോർമൽ എങ്ങനെ വരയ്ക്കും? പറഞ്ഞോ അഭിനയ, പറഞ്ഞോ. ഏത് റേ? ഇതോ? ഏത്? ഇതിന്റെ നോർമൽ ആവണേ എങ്ങനെയാ? 90 ഡിഗ്രി വന്നാലല്ലേ നോർമല്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഒരു സർക്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ പറയും ഇതിനെങ്ങനെ നോർമൽ വരയ്ക്കാന്ന്. ഈ ഒരു സർഫസ് എടുത്താ ഇതിന് നോർമൽ ആവണമെങ്കിൽ ഞാൻ എന്ത് വരയ്ക്കണം? ഇതിന് നോർമൽ ആയിട്ട് വന്നെങ്കിൽ പറഞ്ഞോ. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ എങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞോ. സെന്ററിലേക്ക് വരച്ചാൽ മതി അല്ലേ? റേഡിയസ് ആണ്. റേഡിയസും ടാൻജന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, മാത്തമാറ്റിക്സ് ചാപ്റ്റർ 7 ടാൻജൻസ്. ഓക്കെ, അപ്പൊ റേഡിയസും ഇത് ഈ ടാൻജന്റ് മേക്ക് ചെയ്യുന്ന ആംഗിള് 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും ഈ പറഞ്ഞ പോലെ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് വരച്ചാൽ പോരെ? ഞാൻ പക്ഷെ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഇനി അങ്ങോട്ടൊക്കെ വരാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോർമൽ പോലെ, ഇത് ഏകദേശം നോർമൽ ആണല്ലോ, നോർമൽ വരച്ചു. ഓക്കെ, ഇനി ഈ റേ എങ്ങോട്ട് പോകുന്ന ഐഷ ഇപ്പൊ പറഞ്ഞ എങ്ങോട്ട് പോകുന്ന ഈ റേ? ബെൻഡ് ടുവേർഡ്സ് നോർമൽ അല്ലെ? ഇത് നോർമലിനോട് ചേർന്നായിരിക്കും പോവാ. ഓക്കെ, സോറി ഞാൻ വരച്ച് മാറിപ്പോയി. ഇങ്ങനെ തന്നെ അല്ലേ? ബെൻഡ് ടുവേർഡ്സ് നോർമൽ. നോർമലിനോട് ചേർന്ന് വരച്ചു. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നിങ്ങളുടെ നോർമലിനോട് ചേർന്ന് പോയി. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യുവാണ്? ഒരു നോർമൽ വരയ്ക്കാം. ഇപ്പൊ നോർമൽ വരയ്ക്കുന്ന ഏതിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലേക്കായിരിക്കും? ഫസ്റ്റ് സർക്കിളിന്റെ ആണോ സെക്കൻഡ് സർക്കിളിന്റെ ആണോ? ഏതിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലേക്കാണ് ഞാൻ നോർമൽ വരയ്ക്കണ്ടേ? ആർക്ക് പറയാം? ഇത് ഏത് സർക്കിളിന്റെ സർഫസിലെ ഈ ലൈറ്റർ ചെന്ന് മീറ്റ് ചെയ്യുന്ന അതിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലേക്കല്ലേ?
അത് ഏത് സർക്കിളാ? ഫസ്റ്റ് വൺ. ഓക്കെ, ഫസ്റ്റ് വൺ. ഈ സർക്കിളിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ലൈൻ വരച്ചാൽ നമുക്ക് നോർമൽ വരയ്ക്കാം. ഞാനിപ്പോ ഇങ്ങനെ ഒരു നോർമൽ ഇവിടെ വരച്ചു. ഓക്കെ, ഇതാ വീണ്ടും നോർമൽ. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോ, അതായത് ഇവിടെ ഗ്ലാസ് അല്ലേ, ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത് അല്ലെ, ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? അഫിയ, ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണോ, ബെൻഡ് അവേ ഫ്രം നോർമൽ ആണോ? ബെൻഡ് ടുവേർഡ്സ് ഫ്രം നോർമൽ ആണോ, ബെൻഡ് അവേ ഫ്രം നോർമൽ ആണോ? ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ലൈറ്റർ എൻ്റർ ചെയ്യുവാണ്. അപ്പൊ നോർമലിനോട് ചേർന്നാണോ പോവാ, നോർമലിനോട് അകന്നാണോ പോവാ ലൈറ്റർ? ബെൻഡ് അവേ ഫ്രം നോർമൽ. അപ്പൊ ഈ വരുന്ന ലൈറ്റർ എന്ത് ചെയ്യും? നോർമലിൽ നിന്നും അകന്ന്. കണ്ടോ? അപ്പൊ മനസ്സിലായി ഇത് എങ്ങനെയാ കൺവേർജ് ചെയ്യുന്നതെന്ന്? ഈ പാരലൽ ആയിട്ട് പോയ ലൈറ്റർ എങ്ങനെയാണ് കൺവേർജ് ചെയ്തതെന്ന് മനസ്സിലായോ? ഓക്കെ, ഇതുപോലെ ഇത് ഫോക്കസിൽ മീറ്റ് ചെയ്തു. ഇനി അടുത്തത് ഇതുപോലെ താഴെയും വരയ്ക്കാലോ. താഴെ ഞാൻ എന്ത് ചെയ്യാണ്? ദാ ഒരു നോർമൽ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാ ഇങ്ങനെ ഇത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ വരച്ചു. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുക? അഭിനയ, ഇവിടെ എന്താ സംഭവിക്കുക? സാർ എവിടെയാ? ഇവിടെ ഈ കേസിൽ എയർ ടു ഗ്ലാസ്. സാർ അത് നോർമലിന്റെ അടുത്തേക്ക് പോകും. നോർമലിനോട് ചേർന്നായിരിക്കും പോവാ അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നോർമലിനോട് ചേർന്ന് ലൈറ്റർ പാസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത കേസില് മുഹമ്മദ് സാബിത്ത്. അടുത്ത കേസിൽ എന്താ സംഭവിക്കുക? അടുത്ത കേസിൽ ബെൻഡ് ടുവേർഡ്സ് ആണോ, ബെൻഡ് അവേ ആണോ? അടുത്ത കേസില് ബെൻഡ് ടുവേർഡ്സ് ആണോ? അത് എങ്ങനെയാണോ പോവാ? ഗ്ലാസ് ടു എയർ ആണ്. ഗ്ലാസ് ടു എയർ, ഡെൻസർ മീഡിയം ടു റേ. ഇതുവരെ അത് പഠിച്ചിട്ടില്ല. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ്. അപ്പൊ എന്ത് ചെയ്യും? ബെൻഡ് അവേ ഫ്രം നോർമൽ. ഇങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്ത് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, മായിച്ച് എന്താ കഴിച്ചോണ്ടിരിക്കുന്നത്? ശ്രദ്ധ മാറി പോട്ടോ. ആഹാരം കഴിച്ചോണ്ടിരുന്ന കേട്ടോ. വെള്ളം കുടിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വേറെ ആഹാരങ്ങൾ കഴിച്ചോണ്ടിരിക്കരുത് കേട്ടോ. കങ്ങടാവൂലേ ശ്രദ്ധ. താല്പര്യമുള്ള വിഷയം വായിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇത് കേൾക്കുവോ? ബുദ്ധി വർക്ക് ചെയ്യോ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോ. അപ്പൊ ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഇങ്ങനെയൊന്നും വരച്ച് കഷ്ടപ്പെടണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഒരു ലെൻസ് വരയ്ക്കുക. ഓക്കെ, ലെൻസ് വരയ്ക്കുക. അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. ഓക്കെ, പാരലൽ ആയിട്ട് റേസ് വരയ്ക്കുക. ഓക്കെ, പാരലൽ റേസ് വരയ്ക്കുക പ്രിൻസിപ്പൽ ആക്സിസിന്. അതുപോലെ ഞാൻ താഴെയും വരച്ചു. ഈ പാരലൽ റേസ് എവിടെ മീറ്റ് ചെയ്യുക? ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്യുന്നത് കാണിക്കുക. ഈ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്ന പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസ്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറയും. ഓക്കെ, ആരോ മാർക്ക് ഇട്ട് കാണിക്കുക കേട്ടോ. ഓക്കെ, വരച്ചോളൂ. സാർ പറഞ്ഞു. സാർ ഈ പോളിനെയാണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. പോള്, നമ്മൾ കോൺകേവിന് പോൾ എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ ഒപ്റ്റിക് സെന്റർ. ഏത് ഫിഗർ? ഫസ്റ്റത്തെ വേണോ രണ്ടാമത്തെ വേണോ? ഏതാ വേണ്ടേ? രണ്ടാമത്തെ മതി. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ രണ്ടാമത്തെ ഫിഗർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് രണ്ടാമത്തെ വരച്ചാൽ മതി. സെന്ററിൽ നിന്ന് അത് കൺവേർട്ട് ചെയ്യുന്നു. അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതെങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ 2 റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കയറുമ്പോഴും ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് കയറുമ്പോഴും ഈ 2 റിഫ്രാക്ഷൻ കാരണമായിട്ടാണ് ഈ റേ കൺവേർട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ വരച്ചാൽ മതി. എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചാൽ മാർക്ക് കിട്ടും. അപ്പൊ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്ന ഒരു കൺവേർജിങ് ലെൻസ് ആണ്. അവിടെ നോട്ട് ചെയ്യണേ നോട്ട് ചെയ്തോ. ഓൾറെഡി എഴുതിയിട്ടുണ്ടെങ്കിൽ വിട്ടേക്ക് കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ താഴെ എവിടെയെങ്കിലും എഴുതി വെച്ചേക്ക്. കൺവേർജിങ് ലെൻസ്.
കൺവേർജിങ് ലെൻസ്. ഇനി ഈ ഡിസ്റ്റൻസിന് നമ്മളൊരു പേര് പറയുമല്ലോ. ആർക്ക് പറയും ഡിസ്റ്റൻസിന്? വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോ. ഈ ഡിസ്റ്റൻസിന് ഒരു പേര് പറയും. പറഞ്ഞോ. ഫസ്റ്റിനെ പറഞ്ഞോ. ഫോക്കൽ ലെങ്ത് എഫ്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സാർ പറഞ്ഞോ. മറ്റേ ഫിഗർ ഒന്ന് കാണിക്കാമോ? അത് വേണോ? സാർ അത് കണ്ടാലും മനസ്സിലാവുള്ളൂ. അതെ, അതും ഇത് എക്സാമിന് ഇതാണെങ്കിൽ മതി കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്യണേ അത് നോട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇത് എങ്ങനെയാ കൺവേർജ് ചെയ്യണേന്ന് പറയാൻ വേണ്ടി. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നൂല ഇതന്നെ ഇങ്ങനെ പോയ സാധനം പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോയെന്നൊക്കെ തോന്നൂലോ. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇതിന്റെ ഫോക്കസ് റൈറ്റ് സൈഡിലായിരിക്കോ ലെഫ്റ്റ് സൈഡിലായിരിക്കോ? അഹമ്മദ് ഹലീം, ഇതിന്റെ ഫോക്കസ് അപ്പോ ലെൻസിന്റെ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരില്ലേ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരൂല്ലേ? ഈ കേസിൽ എവിടെയാ വന്നേക്കുന്നത്? കേസില് റൈറ്റ് സൈഡില്. കാരണം നമ്മൾ എപ്പോഴും ഇൻസിഡന്റ് റേ ലെഫ്റ്റിൽ നിന്ന് വരുന്നതായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കുക. അത് ഇപ്പോഴത്തേക്കല്ല, അടുത്ത കാർട്ടീഷ്യൻ സൈൻ ഒക്കെ വരുന്നുണ്ട് നമ്മൾ മെറി ചെയ്ത പോലെ. ഓക്കെ, അപ്പൊ ഇതിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്. അപ്പൊ ചിലപ്പോൾ സംശയം വരും, ഇതിന് 2 ഫോക്കസ് ഉണ്ടല്ലോ, അപ്പുറം ഇപ്പുറം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പോസിറ്റീവ് എടുത്ത നെഗറ്റീവ് എടുക്കാൻ പാടില്ലെന്ന്. നമ്മൾ എപ്പോഴും ഇൻസിഡന്റ് റേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക കേട്ടോ. കഴിഞ്ഞു. കഴിയാത്ത ആരുണ്ടെന്ന് കൈപൊക്കി. ബിലാൽ നാസർ എന്താ എളിച്ചുപിടിച്ചോണ്ടിരിക്കുന്നത്? കഴിഞ്ഞിട്ടാണോ കഴിയാണ്ടാണോ? ഓക്കെ. എന്താ ബിലാലെ, കഴിഞ്ഞാ? ഒന്നുമില്ല, ചുമ്മാ ചിരിക്കുക എന്ന് പറഞ്ഞ ഇവരൊക്കെ വേറെ എന്തെങ്കിലും വിചാരിക്കും കേട്ടോ. റൈഹാൻ കൈ താത്തിക്കോ, എഴുതിക്കോ കേട്ടോ. എഴുത്ത് കിടക്കട്ടെ. ഇനി ബാക്കിയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതേ ആക്ടിവിറ്റി നമുക്ക് കോൺവെക്സ് ലെൻസിൽ ചെയ്യാം. കോൺവെക്സ് ലെൻസ് അല്ല, കോൺവെക്സ് ആണല്ലോ ഇപ്പൊ ചെയ്തത് അല്ലെ. കോൺകേവ് ലെൻസിൽ ചെയ്യാനുണ്ട്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള കോൺകേവ് ലെൻസ് എടുക്കുക. അതുപോലെ അത് ഒരു ലെൻസ് ഹോൾഡറിൽ എടുത്ത് വെക്കുക. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് നോക്കുക, ഇമേജ് എവിടെയാണ് കിട്ടുന്നതെന്ന് പറയുക. ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്യുക. എന്ത് ഇമേജ് ആണെന്ന് എന്റെ അടുത്ത് പറയാം. ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ. ഇന്നും ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നും ആക്ടിവിറ്റി ചെയ്യാൻ സന്നദ്ധ പ്രകടിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ഇവിടെ ജനലില്ല, പുറത്ത് മുറ്റത്ത് നോക്കട്ടെ. അച്ചു മുറ്റത്ത് പോണ്ട. അച്ചു കണ്ടാ മതി. ഇവര് ചെയ്യണ കണ്ടാ മതി. പറഞ്ഞോ. പറഞ്ഞോ. ആരാണ്? ശ്രേയാണോ? ശ്രേയ പറഞ്ഞോ. മുഹമ്മദ് റൈഹാൻ VS പറഞ്ഞോളൂ. കേറിക്കോളൂ. ഓക്കെ, മുഹമ്മദ് റൈഹാൻ VS പറഞ്ഞോ. മുഹമ്മദ് റൈഹാൻ. സാർ എന്റെ സൈഡിലൊന്നും ജനലില്ല. ആ ട്യൂബ് നോക്ക്. ട്യൂബ് അവിടെ ട്യൂബ് ഉണ്ടോ? ശരിക്കും ട്യൂബ് അല്ല. ബെറ്റർ റിസൾട്ടിന് നമ്മൾ നല്ല ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എടുക്കണം. ഇപ്പൊ തൽക്കാലം ട്യൂബ് എടുത്തു. അതിന് വേറൊരു കാര്യമുണ്ട് കേട്ടോ വെച്ചാൽ. അതുകൊണ്ടാണ് പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. തൽക്കാലം ഇതിനകത്ത് ട്യൂബ് എടുത്താൽ മതി. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എല്ലാരും ചെയ്തോ. എന്നിട്ട് എവിടെയാണ് ഫോക്കസ് കിട്ടുന്നതെന്ന് പറ കേട്ടോ. ഇങ്ങോട്ട് ആരാണ്? അല്ല, ഇത് ഇമേജ് ഫോർമേഷൻ കിട്ടാൻ വേണ്ടിട്ട്. ആരാ പറയുന്ന ആളാരാ? ഞാൻ അന്വേഷിച്ചു കിടക്കാം. അമ്ന അമ്മീൻ. ഓക്കെ, അമ്ന ഒന്ന് വെയിറ്റ് ചെയ്യാ കേട്ടാ. ഇപ്പൊ പോണ്ട. ഗംഗ പോണ്ടെന്ന് പറഞ്ഞ പറഞ്ഞോ. സാർ ഇതില് 2 റിഫ്രാക്ഷൻ ഇല്ലേ കോൺവെക്സിന്റെ കേസില്? 2 റിഫ്രാക്ഷൻ ഉണ്ട്.
സാർ ഈ ആദ്യത്തെ റിഫ്രാക്ഷനിൽ നിന്ന് വന്ന റേ രണ്ടാമത്തെ റിഫ്രാക്ഷനിലേക്ക് പോകുമ്പോൾ അത് ഒരേ ഇതായിട്ടാണ് പോണേ, അത് ചെറിയ വ്യത്യാസം വരുന്നുണ്ടോ? എങ്ങനെയാപ്പാ? സാർ ആദ്യത്തെ റിഫ്രാക്ഷനിൽ നിന്ന് റേ പോകണല്ലേ, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ട് ആ റേ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോണേ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് വീണ്ടും പോകുമ്പോൾ? ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ട്രാവൽ സ്ട്രെയിറ്റ് ഇൻ എ മീഡിയം. ആക്ടിവിറ്റി ചെയ്തപ്പോ ഒരു മീഡിയത്തിലാണെങ്കിൽ ലൈറ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും. സാർ രണ്ടാമത്തെ മീഡിയത്തിലേക്ക് കിടക്കുമല്ലേ, അപ്പൊ അത് രണ്ടും സെയിം ആയിരിക്കും? അല്ല, അത് ബെൻഡ് ചെയ്തില്ലേ? ബെൻഡ് ചെയ്തു നമ്മൾ പറഞ്ഞല്ലോ. രണ്ടാമത്തെ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ബെൻഡ് ചെയ്തു, വീണ്ടും എയറിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും ബെൻഡ് ചെയ്തു. അതിനിടയ്ക്ക് അത് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ സാർ. അതെന്ന് ചെയ്തു നോക്കിയേ കേട്ടോ. ഹയ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളവർ കേട്ടോ, എല്ലാരും ചെയ്തോ. എന്നിട്ട് ഇമേജ് കിട്ടിയവര് പെട്ടെന്ന് ആൻഡ്രൈസ് ചെയ്ത് വെച്ചേ. ആ രണ്ടുമൂന്ന് ബാക്കി എല്ലാവരിലും ഉണ്ടല്ലോ അല്ലെ? ഇനി ലെൻസ് അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നോക്കിയാൽ മതി. ചെറുതായിട്ടാണ് കാണുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. വലുതായിട്ട് ആരെല്ലാം ഇല്ലാത്ത ഓക്കെ. അൽഫിയ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വിൻഡോ ഇല്ലാത്തവരൊന്ന് വെയിറ്റ് ചെയ്യും. ബാക്കിയുള്ളവർ മുഹമ്മദ് ബിൻ ഷാദ് നോക്കിക്കൊണ്ടിരിക്കുക. ഒക്കെയാണ് മുഹമ്മദ് ബിൻ ഷാദ്. ഞാൻ മുഹമ്മദ് ബിൻ ഷാദിനെ ഡിമിനിഷ്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ. അഹമ്മദ് ഖലീമിന് കിട്ടി. മിടുക്കൻ. പറഞ്ഞോ. ഇമേജിന്റെ പ്രത്യേകത പറഞ്ഞോ. ഇറക്റ്റ് ആണ്, നേരെയാണ്. പിന്നെ എവിടെയാ കണ്ടത്? എവിടെയാ? സ്ക്രീനിൽ കണ്ടു. സ്ക്രീനിലാണ്. സ്ക്രീനിൽ നേരെയുള്ള ഇമേജ് കണ്ടു. പിന്നെ വേറെന്താ? ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ. ആ ലെൻസ് ഒന്ന് അഹമ്മദ് അലി മുഖത്തിന് നേരെ പിടിച്ചേ. അത് ഏതാ ലെൻസ് എന്നറിയോ? അതിന്റെ പേരാണ് കോൺവെക്സ് ലെൻസ് കേട്ടോ. കോൺവെക്സ് അല്ല, അത് മുഖത്തിന് നേരെ പിടിച്ച്. കോൺകേവ് അത് 2 സെക്കൻഡ്. ഓക്കെ. ഞാൻ വലുതായിട്ട് തന്നെ അത് കണ്ട. കുഴപ്പമില്ല. എന്നിട്ട് എങ്ങനെയാ കണ്ടത്? ഇറക്റ്റ് സ്ക്രീനിലാണ്, ഡിമിനിഷ് ആണ്. ഓക്കെ. ഐഷ പറഞ്ഞോ. സ്ക്രീനിൽ കണ്ടില്ല. ഷുഹൈബോ? മിററിലാണ്ട, സ്ക്രീനിൽ കണ്ടില്ല. നിന്നോട് ആരാ മിറർ എടുക്കാൻ പറഞ്ഞത്? അല്ല, മിറർ ഇല്ലാത്ത ലെൻസ്. മുഹമ്മദ് റൈഹാൻ? സ്ക്രീനിൽ നിങ്ങക്ക് കിട്ടണല്ലോ. പിന്നെ സ്ക്രീനിൽ ഇമേജ് ഇല്ല. അങ്ങനെ പറ്റില്ല. ഫസ്ന ഫാത്തിമ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എല്ലാം വിളിച്ചത്. കുറച്ചു പേർക്ക് സ്ക്രീനിൽ കിട്ടിട്ടോ. ശരിക്കും നോക്കണം. നിങ്ങൾ വെറുതെ ഉടായ്പ കാണിക്കരുത് കേട്ടോ. നിങ്ങൾ ആക്ടിവിറ്റിയിൽ ഉടായ്പ കാണിക്കലാണ് കേട്ടോ. ശരിക്കും നോക്കണം. സ്ക്രീനിൽ കണ്ടോ? കുറച്ചു പേർക്ക് കിട്ടണ്ടേ കേട്ടോ. വെരി ഗുഡ്. ആരാണ് ആ മിടുക്കൻ? പറഞ്ഞേ. സ്ക്രീനിൽ കിട്ടിയ മിടുക്കൻ ആരാണ് സ്ക്രീനിൽ കിട്ടിയത്? എനിക്ക് മായിൻഷാക്കല്ലേ? മായിൻഷാക്കൊക്കെ സ്ക്രീനിൽ കിട്ടുമെന്ന് എനിക്കറിയാം കേട്ടോ. മായിൻഷ ഇനി ആ സ്ക്രീനിൽ കിട്ടിയത് എനിക്കൊന്ന് കാണിച്ചോടെ തന്നാ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിസിക്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്തി എഴുതാനുണ്ട് കേട്ടോ. വിർച്വൽ ഇമേജിന്റെ കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ. ഓക്കെ, പറഞ്ഞ മായിൻഷ കാണിച്ചോ. ഞാൻ നോക്കട്ടെ. മായിൻഷ എവിടെയാ? ഇവിടെയോ? ഓക്കെ. മായിൻഷ ഞാൻ പറയാം. മായിൻഷയുടെ എന്താണ് ഇമേജ് എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ. എവിടെ ഇമേജ്? എനിക്ക് ഇമേജ് കാണിച്ചു തന്നാ മതി. ഇമേജ് എവിടെ? മായിൻഷ ഇമേജ് എവിടെ? എന്ത് ഇമേജാ ഫോം ചെയ്തിരിക്കുന്നത്? എന്തിന്റെ ഇമേജ് അത്? മായിൻഷ ലെൻസ് ഒന്ന് കാണിച്ചേ. ലെൻസ് മുഖത്തിന് നേരെ പിടിച്ചേ. മായിൻഷയുടെ മുഖത്തിന് നേരെ ഒന്ന് പിടിച്ചാൽ മതി. ഞാൻ നോക്കിയിട്ട് പറയാം. മായിൻഷാനെ എങ്ങനെ കാണുന്ന നോക്കട്ടെ. ലെൻസിൽ കൂടെ മുഖത്തിന് നേരെ ഒന്ന് പിടിച്ചേ. മുഖത്തിന് നേരെ ലെൻസ് അത് ഊരണമെന്നില്ലായിരുന്നു. ഒന്ന് നേരെ പിടിച്ചേ. ഓക്കെ. അത് കോൺകേവ് ആണ്. ഓക്കെ. പിന്നെ മായിൻഷാക്ക് ഇമേജ് കിട്ടിയോ? എത്ര പേർക്ക് ഇമേജ് കിട്ടി? മായിൻഷാക്ക് കിട്ടി. പിന്നെ ആർക്ക് കിട്ടിയേ? എവിടെ? മായിൻഷ എന്താ കാണുന്നത്? എന്താണ് കാണുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞേ. എന്താണ് അവിടെ കാണുന്നത്? ഞാൻ അവിടെ ജനലുണ്ട്, അതിന്റെ പുറത്ത് മരമുണ്ട്.
മരക്ക ഒരു പണിയെ മാൻഷന്റെ ക്ലാസ് കഴിഞ്ഞ് നിൽക്കട്ടോ. ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇമേജ് കിട്ടിയവരെന്ന് പറഞ്ഞേ. പിന്നെ ഇമേജ് കിട്ടിയവര് ഇനിയിപ്പോ ആർക്കും കിട്ടില്ല, എല്ലാവർക്കും വിരിച്ചില്ല. പറഞ്ഞോ. സാർ എനിക്ക് ജനലിന്റെ പാളി കിട്ടിയത് വെളിച്ചടിച്ചിട്ടാണെന്ന് അറിയില്ല. ജനലിന്റെ പാളി കിട്ടിയ ഏതാ? ഇർഫാനോ? വെളിച്ചടിച്ചിട്ടാണെന്ന് അറിയില്ല. ഒന്ന് കാണിച്ച് ഇർഫാൻ, ഒന്ന് കാണിച്ച് നോക്കട്ടെ. അല്ല, ഒരല്പം നീക്കി വെച്ച്, എനിക്ക് സ്ക്രീൻ കിട്ടുന്നില്ല. അതിൽ ഇമേജ് വരുന്നുണ്ടല്ലോ, ആ മുകളിൽ കാണുന്ന. അല്ല ഓക്കെ. ഒരു പണി വെയിറ്റ് ക്ലാസ് കഴിയുമ്പോ നിക്കട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ വേറെ ആർക്കാ? പിന്നെ പറഞ്ഞോ. എനിക്കും ജനലിന്റെ കമ്പികൾ കിട്ടുന്നുണ്ട്. ജനലിന്റെ കമ്പി കിട്ടുന്നുണ്ടോ? ഓക്കെ. ജനലിന്റെ കമ്പിയുടെ നിഴലൊന്നും അല്ലല്ലോ അല്ലെ? സാർ എനിക്കും കിട്ടുന്നുണ്ട്. ഷാഡോ ഒന്നും അല്ല. ഇപ്പൊ എത്ര പേരായി? 4 പേരോ? തമ്പുരാനെ. പിന്നെ ആർക്കാ? 4 പേർക്ക്. ഓക്കെ, 4 പേർക്ക് ഇമേജ് കിട്ടുന്നുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് നോക്കാം. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു, ഞാൻ നോക്കുവാണ്. എന്തെങ്കിലും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഒരു ഇമേജ് ഇവിടെ കാണുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. നമുക്ക് ലെൻസ് ഒന്ന് മാറ്റി നോക്കാം. ആദ്യം വെച്ച ലെൻസ് തന്നെ വെച്ച് നോക്കാം. കോൺവെക്സ് വെച്ച് നോക്കാം. ഓക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നില്ല അല്ലെ? ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഒരു ഇമേജ് കാണുന്നില്ലേ? ഓക്കെ, ഇതാ ഇവിടെ ഫോം ചെയ്തേക്കുന്ന ഒരു ഇമേജ്. ഓക്കെ, ഇനി ഞാനിത് മാറ്റി കോൺകേവ് എടുത്തു വെച്ചു. കോൺകേവ് ലെൻസ് നോക്കിക്കോളൂ. ഉണ്ടോ? ഓക്കെ, 3-4 പേർക്ക് കിട്ടിയെന്നാണ് പറയുന്നത് അല്ലെ? അത് ഞാൻ നോക്കട്ടെ കേട്ടോ. അതെന്താ പ്രശ്നം ഞാൻ നോക്കിട്ട് പറയാം. പറഞ്ഞോ ഇഷാനെ പറഞ്ഞു. അത് ലെൻസിന്റെ പുറകിൽ വെക്കുമ്പോ കിട്ടില്ല, ഞാൻ ഫ്രണ്ടിലാ വെച്ചപ്പോഴാ കിട്ടിയത്. അതൊരു പ്രശ്നം. ആരാണ്ട് ചോദിച്ചില്ലേ ലെൻസ് റിഫ്ലക്ട് ചെയ്യുമെന്നാ? ലെൻസ് വളരെ ചെറുതായിട്ട് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് ആ ഇമേജ് അവിടെ കിട്ടിയത്. ലെൻസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കിട്ടിയവരാരൊക്കെ ഉണ്ട് ഇതിനകത്ത്? 1 ശ്രേയ മിടുക്കി. 2 പിന്നെ അപ്പൊ 2 പേരെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ 2 പേര്, അവർക്ക് 2 പേരെ പ്രശ്നം എന്താ നമുക്ക് നോക്കാം. അതേ വാങ്ങിച്ചാ 3, പിന്നെ ഒരാളും കൂടെ ഉള്ളൂ. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ മിററാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ ലെൻസ് ആണോ? ലെൻസിൽ ഇമേജ് പുറകിലേ വേണ്ടേ കേട്ടോ? ലെൻസിൽ ഫ്രണ്ടിലല്ല. ഇത് റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷൻ ആണ്. ലെൻസിലൂടെ കടന്ന് ലൈറ്റ് റേ അവിടെ മീറ്റ് ചെയ്ത് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ്. ഓക്കെ, ലെൻസിൽ നിന്ന് വരുന്ന ആ ലൈറ്റിന്റെ ആ ചെറിയ റിഫ്ലക്ഷൻ കൊണ്ട് ഒരു ഇമേജ് നിങ്ങൾക്ക് അത് നോക്കണ്ട കേട്ടോ. അപ്പൊ ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ കോൺകേവ് ലെൻസ് ഇമേജ് ഫോം ചെയ്യില്ല. എന്ത് ഇമേജ് അല്ല, സോറി, റിയൽ ഇമേജ് ഫോം ചെയ്യില്ല. നമ്മൾ ഇത് വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നിങ്ങൾ അതിന്റെ അകത്തേക്ക് നോക്കി, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലേക്ക്. എന്നിട്ട് അച്ചുവിന് ക്ലിയർ ആണോ? എന്തുകൊണ്ട് അച്ചുവിന്റെ അടുത്ത് പുറത്ത് പോകണ്ടെന്ന് പറയുന്നത് മനസ്സിലായോ? അച്ചു പുറത്ത് പോവുകയും ചെയ്യും. അച്ചുവിന് എന്ത് ചെയ്തിട്ട് കിട്ടണമില്ല. എന്നിട്ട് അച്ചു പറയും, ഇവിടെ പഠിച്ചിട്ട് ഒന്നും കിട്ടണമില്ല, ഞാൻ ക്ലാസ് നിർത്തുവാണെന്ന് പറഞ്ഞ അച്ചു പിന്നെ ഇങ്ങോട്ടും വരില്ല. പ്രശ്നമാവും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. അത് നമുക്ക് വേണേ സമയം കിട്ടുമ്പോ ഒന്ന് ചെയ്തു നോക്കിക്കോ കേട്ടോ. അത് കിട്ടൂല, നമുക്ക് കിട്ടൂല കേട്ടോ. അതിന് ഒന്ന് അകത്തൂടെ നോക്കിയേ. അച്ചുവൊക്കെ നോക്കിക്കോ, അകത്തൂടെ ആ റൂമിനകത്തൊക്കെ ഒന്ന് നോക്കിയേ, ഒബ്ജക്റ്റുകളൊക്കെ എങ്ങനെയാ കാണുന്നതെന്ന്. എങ്ങനെയാ കാണുന്നേ? ഒരാള് പറഞ്ഞോ, എങ്ങനെയാ കാണുന്നേ? ചെറുതായിട്ട് ഞാൻ ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞോട്ടെ. വളരെ ചെറുത്. കാരണം എന്താണെന്നറിയോ? എനിക്ക് ഈ ലെൻസിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ വലിയ 3 നില കെട്ടിടങ്ങൾ കാണാൻ പറ്റും. കാറ് കാണാൻ പറ്റും. അതൊക്കെ ഈ കുഞ്ഞ് ലെൻസിൽ കാണുവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞോട്ടെ. ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ഏത് സൈഡിലാണ് ഫോം ചെയ്യുന്നത്? ഈ സൈഡിലാണോ, ലെഫ്റ്റ് സൈഡിലാണോ, റൈറ്റ് സൈഡിലാണോ?
എന്റെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് എന്റെ വാച്ച് ഇട്ട സൈഡിലാണോ വാച്ച് ഇല്ലാത്ത സൈഡിലാണോ? ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക? ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണോ അതോ ഓപ്പോസിറ്റ് സൈഡിലാണോ എന്റെ ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിലാണോ വിർച്വൽ ഇമേജ് അതോ അപ്പുറത്തെ സൈഡിലാണോ? ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ അല്ലെ? ഇത് വ്യത്യാസമുണ്ട് കണ്ടോ. നമ്മൾ മിററിൽ അങ്ങനെ ആയിരുന്നില്ല. മിററിൽ വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന പുറകിലായിരുന്നു. ഇതിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ നിന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, നമുക്ക് എന്നാ അതിന്റെ ക്വസ്റ്റ്യൻ എയർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എഴുതി അതിന്റെ ക്വസ്റ്റ്യൻ എയർ കംപ്ലീറ്റ് ചെയ്തു. ബോർഡില്ല. ബോർഡ് ഞാൻ ഷെയർ ചെയ്യാം. ഇതാട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. ഇനി ഇവിടെ വരുന്നത് നോക്കോ, അല്ലെ ക്വസ്റ്റ്യൻ എയർ കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ എയറിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 6th ക്വസ്റ്റ്യൻ അല്ലേ ചെയ്യുന്നേ? ഓക്കെ, ആരാ വായിക്കുക? ഒരാൾ വായിച്ചോ. ഇർഫാനെ വായിച്ചോളൂ, ക്വസ്റ്റ്യൻ വായിച്ചു. ആറാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. 6ാമത്തെ ഇർഫാൻ വായിക്കൂ, പെട്ടെന്ന് വായിക്കൂ. ഇർഫാൻ ഷംസുദ്ദീൻ. ഇർഫാൻ ഷംസുദ്ദീൻ. അവിടെ കൺഫ്യൂഷൻ ആയില്ലേ? പറഞ്ഞു. A virtual mirror, a virtual image is formed when two or more reflected rays at a point meet ഇടയ്ക്ക് ഒരു ഡാഷ് ഉണ്ട്. നീ അത് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ തെറ്റിദ്ധരിക്കും കേട്ടോ. ഓക്കെ, ഡാഷ് അറ്റ് എ പോയിന്റ് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് രണ്ട് റിഫ്ലക്റ്റഡ് റേസോ അല്ലെങ്കിൽ രണ്ട് റിഫ്രാക്റ്റഡ് റേസ്. ഇപ്പൊ നിങ്ങൾ രണ്ടും കണ്ടു അല്ലെ? അച്ചുവൊക്കെ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്ത് ഇമേജ് ഫോം ചെയ്യുന്നത് കണ്ടു, ബാക്കിയുള്ളവരൊക്കെ റിഫ്രാക്റ്റഡ് റേസ് മീറ്റ് ചെയ്ത് ഇമേജ് ഫോം ചെയ്യുന്നത് കണ്ടു. അപ്പൊ ചോദ്യം ഇതാണ്, ഇത് ശരിക്കും മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് അതോ മീറ്റ് ചെയ്യുന്ന പോലെ തോന്നുമ്പോഴാണോ വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുമ്പോഴാണോ അതോ മീറ്റ് ചെയ്യുന്ന പോലെ തോന്നുമ്പോഴാണോ നമുക്ക് ഫീൽ ചെയ്യുക? ഓക്കെ, ഫോം ആണോ, മീറ്റ് ആണോ, അപ്പിയർ ടു മീറ്റ് ആണോ? ഓക്കെ, എല്ലാവരും കണ്ണടച്ച്. അബ്ദുൽ അസീസ് ഒക്കെ അവിടെ വിക്ടറിയും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോ കാണിച്ചാൽ മതി അബ്ദുൽ അസീസെ. ഞാൻ പറയട്ടെ, എല്ലാരും കണ്ണടച്ചേ. അഭിനൊക്കെ എഴുത്തിന്റെ ലോകത്താണ്. പെട്ടെന്നാവട്ടെ, കണ്ണടയ്ക്ക് എഴുതാം, നമുക്ക് എഴുതാം കേട്ടോ. കണ്ണടച്ചോ. ഇനി ഓപ്ഷൻ എ ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, ഓപ്ഷൻ ബി ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. ഓപ്ഷൻ ക്യാമറയിൽ ശരിക്കും കാണട്ടെ. ഓപ്ഷൻ എ ആണെങ്കിൽ 1, അതായത് മീറ്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ 1 കാണിക്കുക, മീറ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ 2 കാണിക്കുക. മായിൻഷ ഒന്നും കാണിക്കുന്നില്ലല്ലോ. മായിൻഷ കാണിക്കുക, ക്യാമറ കാണിക്കുക. കണ്ണും തുറന്നു വെച്ച് മായിൻഷയിരിക്കുന്നു. മായിൻഷയ്ക്കാണെങ്കിൽ ഒന്ന് ക്യാമറ കാണിച്ച മായിൻഷ, പെട്ടെന്നാവട്ടെ, ക്യാമറയിലേക്ക് കൈ വരട്ടെ. ഓക്കെ, കാണട്ടെ. ഓക്കെ. ഇതെല്ലാരും താത്തിക്കും. ചിലർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, എഴുതി വെച്ചോ. ഡു നോട്ട് മീറ്റ് അല്ല, സോറി, അപ്പിയർ ടു മീറ്റ് ചെയ്യുന്നത് പോലെ തോന്നുമ്പോ അപ്പോഴാണ് വിർച്വൽ കാണുക. മീറ്റ് ചെയ്ത് കാണുന്നത് റിയൽ ആണ്. ഓക്കെ, അഭിനയ പറഞ്ഞോ. ഹെഡിങ് എന്ന് കൊടുക്കണ്ടേ? ഹെഡിങ് കൊടുക്കണമല്ലോ അല്ലെ? കോൺവെക്സ് ലെൻസ് എന്ന് കൊടുത്തോ. ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് നിന്ന് കൊടുത്തോ. കോൺകേവ് എന്നല്ല, സോറി, കോൺവെക്സ് അല്ല ആദ്യം കൊടുത്തേ. ഇനി കോൺകേവ്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് അങ്ങനെയാണ് കൊടുത്തത്. എന്നാ ഇതിന് കൊടുത്തോ, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് ഹെഡിങ് കൊടുത്തു. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. സാർ പറഞ്ഞോ. സാർ ഷെയർ കാണാൻ പറ്റുമോ സാർ? ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ സാർ. അയാനെ കിട്ടുന്നുണ്ടോ? അയാനിപ്പോ കിട്ടുന്നുണ്ടോ? സാർ കാണാം. ഓക്കെ,
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബിൻഷാദിനെ കൊണ്ട് വായിപ്പിക്കാം കേട്ടോ. ബിൻഷാദ് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. Refracted ray form concave lens dash an image on screen. Former does not form. ഓക്കെ, റിഫ്രാക്റ്റഡ് റേസ്, ഒരു കോൺകേവ് ലെൻസിൽ നിന്നുള്ള റിഫ്രാക്റ്റഡ് റേസ് ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്തു എന്നാണ്. ഇപ്പൊ ആരും കാണിക്കണ്ട. ഫോം ചെയ്തു എന്നാണെങ്കിൽ 1, ഫോം ചെയ്തില്ലെങ്കിൽ 2 കേട്ടോ. എല്ലാരും കണ്ണടച്ചേ കണ്ണെല്ലാരും അടയ്ക്കുക. എല്ലാരും കണ്ണടക്കുക. എല്ലാരും കണ്ണടയ്ക്കാനാ പറഞ്ഞത്, ആൻസർ കാണിക്കാൻ പറഞ്ഞില്ല എപ്പോഴും കേട്ടോ. പറയണൊന്നും കേൾക്കുന്നില്ല. അതെ റെയ്ഹാനൊന്നും ഒന്നും മനസ്സിലാവുള്ള പറയുന്നത്. റെയ്ഹാൻ കണ്ണടയ്ക്കൂ, പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഓക്കെ, ഇനി എല്ലാവരും ഓപ്ഷൻ കാണിച്ചേ. എല്ലാരും ഓപ്ഷൻ കാണിച്ചേ. എല്ലാരും കാണട്ടെ. ഓക്കെ, മായിൻഷ പകുതി കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ മണ്ടനാണല്ലോ അല്ലെ, എനിക്ക് മനസ്സിലാവില്ല എന്നാണ് മായിൻഷയുടെ വിചാരം. പാതി അടച്ചിരുന്ന അതെയോ? ഓക്കെ, ഇനി എല്ലാരും കണ്ണു തുറന്നോ. ഓക്കെ, ഈ ആക്ടിവിറ്റി ചെയ്താലും ഒന്നും മനസ്സിലാവാത്ത കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാവും. അവരെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് കേട്ടോ. എന്തിനാ ചെയ്യണേന്ന് പോലും അറിയാണ്ടിരിക്കുന്നുണ്ടാവും, എന്താ നടന്നേ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് റിഫ്രാക്റ്റഡ് റേസ് ഫ്രം കോൺകേവ് ലെൻസ് ഡാഷ് ആൻഡ് ഇമേജ് ഓൺ സ്ക്രീൻ ഡസൻ ഫോം ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ പറഞ്ഞ പോലെ ഫോം ചെയ്യുന്നില്ല, സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്യുന്നില്ല. അതായത് ലൈറ്റ് റേ എന്ത് ചെയ്യുന്നില്ല, മീറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് അപ്പിയർ ടു മീറ്റ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അത് മീറ്റ് ചെയ്യുന്നത് പോലെയാണ് ആ ലൈറ്റ് റേ പോകുന്നത്, പക്ഷെ മീറ്റ് ചെയ്യുന്നില്ല. ഷെറിൻ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. Concave lens forms image on the same side of an object. ശരിയാണോ തെറ്റാണോ ഷെറിന്? കോൺകേവ് ലെൻസ് ഇമേജ് ഫോം ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ്. ട്രൂ ആണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു. കോൺകേവ് ലെൻസ് ഫോംസ് ഇമേജ് ഓൺ ദ സെയിം സൈഡ് ആസ് ദി ഒബ്ജക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത് അതേ സൈഡിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. ഷുഹൈബ് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ കേട്ടോ. Refracted rays from a concave lens dash at a point. Okay, refracted rays from a concave lens dash at a point. അതായത് ഒരു കോൺകേവ് ലെൻസിൽ നിന്നുള്ള റിഫ്രാക്റ്റഡ് റേസ് അതായത് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അപ്പിയർ ടു മീറ്റ് ആണ്. മീറ്റ് ചെയ്യുന്നത് പോലെയാണ് ലൈറ്റ് റേ പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? റിഫ്രാക്റ്റഡ് റേസ് ഒരു കോൺകേവ് ലെൻസിൽ നിന്നുള്ള അതേ മുഹമ്മദ് റയ്യാൻ പിന്നെ ആൻസർ കാണിച്ചുള്ളൂ. ഇവനെന്താ ഒന്നും ഇവനോട് പറഞ്ഞതാ ഞാൻ. അങ്ങനെ കാണിക്കില്ല കേട്ടോ, നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ആൻസർ വേണം എല്ലാവരും. ഓക്കെ, എല്ലാവരും കണ്ണടച്ചേ. റിഫ്രാക്റ്റഡ് റേസ് മീറ്റ് ചെയ്തു എന്നുള്ളവരൊന്ന് കൈവക്കേ. മീറ്റ് ചെയ്യല കൈവക്കല്ല, 1 കാണിക്കുക. മീറ്റ് ചെയ്തില്ല എന്നുള്ളവർ 2 കാണിക്കുക. മീറ്റ് ചെയ്തില്ല എന്നുള്ളവർ 2 കാണിക്കുക. ഓക്കെ, അതിനെല്ലാവരും കണ്ണു തുറന്നേ. ഇപ്പൊ മീറ്റ് ചെയ്തില്ലല്ലോ, ഇനി ബൈ വീക്കിലേക്ക് മീറ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ബോർഡ് എക്സാമിന് മീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, എഴുതി. റിഫ്രാക്റ്റഡ് റേസ് ഫ്രം എ കോൺകേവ് ലെൻസ് മീറ്റ് ചെയ്തിട്ടില്ല, ബട്ട് അപ്പിയർ ടു മീറ്റ്. മീറ്റ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തു, തോന്നി. അപ്പൊ ഒരു ഇമേജ് കാണണമെങ്കിൽ നമ്മൾ പഠിച്ചതാ, ഒരു ഇമേജ് കാണണമെങ്കിൽ ആ ലൈറ്റ് റേ മീറ്റ് ചെയ്യണ്ട, അങ്ങനെ നമുക്ക് തോന്നിയാലും മതി. നമ്മളത് പഠിച്ചതാ കോയിന്റെ കേസിൽ, റിഫ്രാക്ഷൻ പഠിച്ചപ്പോ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് 2 രീതിയിൽ കാണാം. ഒന്നല്ലെങ്കിൽ ആക്ച്വലി ലൈറ്റ് റേ മീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയാലും. 2 കേസിൽ നമുക്ക് ഒബ്ജക്റ്റിന്റെ ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആരാ വായിക്കാ? ഗൗരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു. Image of distance object formed at a convex lens. Real or virtual? Real or virtual? ഏതാ ഗൗരി? റിയൽ ആണോ വിർച്വൽ ആണോ? റിയൽ ആണ് അല്ലെ? നമ്മള് സ്ക്രീനിലാണല്ലോ കണ്ടേ അല്ലെ? ഇത് ഒരു ചെറിയ കാര്യമുണ്ട്. ഇത് കോൺകേവ് ലെൻസാ. ഇത് മാറിപ്പോയതാട്ടാ, ഇത് എഴുതിയത് മാറിപ്പോയതാണേ. കോൺകേവ് ലെൻസാ, കോൺകേവ്. ഇപ്പോഴോ ഗൗരി? ഇപ്പൊ വിർച്വൽ. സോറി, ഞാൻ അതായത് ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാ. ഓക്കെ,
അപ്പോ വിർച്വൽ ഇമേജ് ആണ്. ഇനി ഡിമിനിഷ്ഡ് ആണോ എൻലാർജർ ആണോ? റുഫൈദ, ഡിമിനിഷ്ഡ് ആണോ എൻലാർജർ ആണോ? ഡിമിനിഷ്ഡ് ആണ്. ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ഇറക്റ്റ് ആണ്. വിർച്വൽ ഹൈലി ഡിമിനിഷ്ഡ് ഇറക്റ്റ് ആണ്. വിർച്വൽ ഹൈലി ഡിമിനിഷ്ഡ് ഇറക്റ്റ്. മുഹമ്മദ് അമാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമല്ലേ? മുഹമ്മദ് അമാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ. Parallel rays after refraction through the concave lens appear to diverge from a point called focus. എന്തൊക്കെ മണ്ടത്തരങ്ങളല്ല അവർ എഴുതി പിടിപ്പിച്ചല്ലേ. അതായത് എന്താ, പാരലൽ റേസ് കോൺകേവ് ലെൻസിലൂടെ റിഫ്രാക്ട് ചെയ്ത ശേഷം ഒരു പോയിന്റിൽ നിന്നും വരുന്നത് പോലെയാണ് കടന്നു പോകുന്നത്. അതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ആണോ അമ്മാനെ? യെസ് അല്ലേ, കറക്റ്റ് ആണ്, ട്രൂ ആണ്. അതാണ് ഫോക്കസ്. ഒരു നമ്മൾ മറ്റേ കോൺകേവ് മിററിന് കൊടുത്ത പോലെ തന്നെ സെയിം ഡെഫിനിഷൻ. അതായത് റിഫ്രാക്ഷന് ശേഷം ഒരു പോയിന്റിൽ നിന്നും ആ റേ വരുന്നത് പോലെ കടന്നു പോകുന്നു. ഓക്കെ, ബിലാൽ ചോദിച്ചോ, ഡൗട്ട് ചോദിച്ചോ ബിലാൽ. ഡൗട്ട് ചോദിച്ചോ, വോയിസ് ഓൺ ചെയ്തു ചോദിച്ചു. പറഞ്ഞോളൂ. പറഞ്ഞോളൂ ബിലാൽ, ടൈം കളയല്ലേ, ബാക്കിയുള്ള കുട്ടികൾ വെയിറ്റ് ചെയ്യുക. വോയിസ് ഓൺ ചെയ്തു. ഓക്കെ, മനസ്സിലായി. അപ്പൊ ബിലാൽ ചോദിക്കുന്നതാണ്, അതായത് നമുക്ക് അങ്ങനെ കണ്ടില്ല എന്ന് വിചാരിച്ച്, നമ്മൾ ഇമേജ് കണ്ടില്ല എന്ന് വിചാരിച്ച് അത് ഡൈവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായിരുന്നു? നല്ല ഡൗട്ടാണ് കേട്ടാ, അല്ലെ? അത് ആ ഇമേജ് നമുക്ക് അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് ഡൈവേർജ് ചെയ്തു എന്ന് എങ്ങനെയാ നമ്മൾ ഉറപ്പിച്ചതെന്നാ സാറേന്നാ ബിലാൽ ചോദിച്ചത്. ശരിയാണ്, നമുക്കത് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? അവിടെ ഇമേജ് ഫോം ചെയ്തില്ല, മറ്റെവിടെയെങ്കിലും ആണ് ഫോം ചെയ്തെങ്കിലോ, അല്ലെ? അത് ഡൈവേർജ് ചെയ്തില്ല എന്ന് എങ്ങനെയാ സാറെ മനസ്സിലായത്? അപ്പൊ അതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാ കണ്ടോളൂ. ഇവിടെ കാണാം, ഒരു വീഡിയോ കാണാം കേട്ടോ. ദാ ഇത് കോൺകേവിന്റെ ആണ്. ദാ ഓക്കെ, ദാ കോൺവെക്സ് വെക്കുമ്പോ കണ്ടോട്ടോ. ഇത് കോൺകേവ് ആണ്, ഇത് വേണ്ട. ഇത് കോൺവെക്സ് ആണ്. കോൺകേവ് വെക്കുമ്പോൾ നോക്കും. കണ്ടോ ബിലാലെ? ഡൗട്ട് മാറിയോ? ഓക്കെ, അതായത് റേ എന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം കണ്ടോ അത് ഡൈവേർജ് ചെയ്യാണ്. പക്ഷെ എവിടെന്നാ വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല, അല്ലെ? എവിടെന്നാ വരുന്നല്ല, എവിടെ വരുന്നത് നമുക്കറിയാം, അതാണല്ലോ ഫോക്കസ്. ഓക്കെ, പക്ഷെ എവിടെന്നാ അത് കറക്റ്റ് വരുന്നുണ്ടോ? ഇല്ല. ആ റിഫ്രാക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുവാണ്? അത് രണ്ട് ഡിറക്ഷനിൽ പോവുകയാണ്. ആ വരുന്ന ഇമാജിനറി ആയിട്ട് നമ്മൾ റേ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് ഫോക്കസിൽ നിന്ന് ലൈറ്റ് ഒന്നും വരുന്നില്ല, പക്ഷെ ലൈറ്റ് കടന്നു പോകുന്ന ഫോക്കസിൽ നിന്നും വരുന്നത് പോലെയാണ്. അപ്പൊ നമ്മൾ അവിടെ കാണും. നമ്മൾ അങ്ങനെയല്ല പഠിച്ചേക്കണേ. നമ്മൾ നോക്കുമ്പോൾ എവിടെ നിന്നാണോ ആ ലൈറ്റ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അവിടെ നമ്മൾ എന്ത് കാണും? ഒബ്ജക്റ്റിന്റെ ഇമേജ് കാണും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ കണ്ടു? ഫോക്കസിൽ ഇമേജ് കാണാനുള്ള കാരണം അതാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡയഗ്രാം വരച്ചു വെക്കാനുണ്ട്. ഈ റേ ഡയഗ്രാം, ഇതെങ്ങനെയാണ് ഈ റേ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ഓക്കെ, ആദ്യം ഞാൻ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരച്ചു വെക്കാനുള്ള ഫിഗർ വരയ്ക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഫിഗർ ആയിരിക്കില്ല കൊടുത്തിരിക്കുക, പക്ഷെ ഇത് നിങ്ങൾ അറിയണം, എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയണം. ഓക്കെ, അതിനു വേണ്ടി എന്ത് ചെയ്തു? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. 2. ഇനി സർക്കിൾ ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ. സർക്കിൾ കൺഫ്യൂഷൻ അല്ലേ? സർക്കിൾ ഇങ്ങനെ കിടക്കും. സർക്കിൾ ഞാൻ മാറ്റുവാണേ. പറഞ്ഞു ബോർഡ് കാണുള്ള. ഓ ബോർഡ് കാണുന്നില്ലേ? വെയിറ്റ് നോക്കട്ടെ. അത് ശരിയായിക്കോളും. ഇപ്പോഴോ? ഇപ്പൊ മാറുന്നുണ്ടോ? ഇപ്പൊ ശരിയായി സാർ. ഓക്കെ.
ഓക്കെ, ഇത് എത്ര തവണ റിഫ്രാക്ഷൻ നടക്കും ഒരു മിടുക്കനോ മിടിക്കോ എന്ന് പറഞ്ഞു. ഇവിടെ എത്ര തവണ റിഫ്രാക്ഷൻ നടക്കും? ആർക്ക് പറയാം ഇവിടെ എത്ര തവണ റിഫ്രാക്ഷൻ നടക്കുന്ന? 2 തവണ. 2 തവണ അല്ലെ. ഒന്ന് എവിടെയാ? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കയറുമ്പോ, പിന്നെ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ഇറങ്ങുമ്പോൾ. ഈ 2 സമയത്താണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാണ്? ഇൻസിഡന്റ് റേ വരയ്ക്കുവാണ്. ഓക്കെ, ആദ്യം പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇൻസിഡന്റ് റേ വരയ്ക്കുന്നു. ഇൻസിഡന്റ് റേ ദേ ഗ്ലാസ്സിലേക്ക് പാരലൽ ആയിട്ടൊരു റേ വരച്ചു. ഓക്കെ, ഈ റേക്ക് എന്താ സംഭവിക്കുക? ഗ്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ ഒരാൾ പറഞ്ഞേ, ഈ റേക്ക് ആരാ പറയാ? ഫസ്ന ഫാത്തിമ പറഞ്ഞു. ഈ റേക്ക് എന്ത് സംഭവിക്കും ഗ്ലാസ്സിലേക്ക് എത്തിക്കഴിയുമ്പോ? ഒരു നോർമൽ വരച്ചു. സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു നോർമൽ വരച്ച എന്ത് സംഭവിക്കും? നോർമലിനോട് ചേർന്നായിരിക്കും പോവാ, നോർമലിൽ നിന്ന് അകന്നായിരിക്കും പോവാ? എന്താ, എങ്ങനെ റേ പോവാ? നോർമലിനോട് ചേർന്നാണോ നോർമലിൽ നിന്ന് അകന്നാണോ? ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും അല്ലെ. നോർമലിനോട് ചേർന്നായിരിക്കും പോവാ. അപ്പൊ ഈ റേ എന്ത് ചെയ്യും? നോർമലിനോട് ചേർന്നായിരിക്കും പോവാ. നോർമലിനോട് ചേർന്ന് പോകും. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഇവിടെ ഒരു നോർമൽ വരച്ച ഷെഹനെ, ഇവിടെ വീണ്ടും ഞാനൊരു നോർമൽ വരച്ച എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ വീണ്ടും ഞാനൊരു നോർമൽ വരച്ച നോർമലിനോട് ചേർന്നാണോ പോവാ, നോർമലിനോട് അകന്നാണോ പോവാ? അകന്നു പോകും. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ്. ഡെൻസർ ടു എയർ അകന്നു പോകും. അപ്പൊ നോർമലിൽ നിന്നും അകന്നായിരിക്കും പോവാ. ഇപ്പൊ മനസ്സിലായോ ഇത് ഡൈവേർജ് ചെയ്തതിന്റെ കാരണം? ഓക്കെ, അപ്പൊ ഫസ്റ്റ് റേ കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ ഞാൻ എന്ത് ചെയ്യുകയാണ്? താഴെ ഒരു റേയും കൂടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2 റേയും ഡൈവേർജ് ചെയ്തു. ഫസ്റ്റ് ഒരു റേ വരച്ചു. ഇനി ആരാ പറയാ? മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ മോനെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഈ എയറിൽ നിന്ന് ഈ ഗ്ലാസ്സിലേക്ക് വരുമ്പോ ഈ റേ എന്താ സംഭവിക്കുക? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോ നോർമലിലേക്ക് ചേർന്ന് പോകും അല്ലെ. നോർമലിനോട് ചേർന്ന് പോകും. ഓക്കെ, നോർമലിനോട് ചേർന്ന് പോകും. ഇനി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ മുഹമ്മദ് ഫാസിൽ എന്താ സംഭവിക്കുക? മുഹമ്മദ് ഫാസിൽ away from അല്ലെ, ഡീവിയേറ്റ് away from നോർമൽ ആണ്. കണ്ടോ? ഇപ്പൊ ഈ 2 റേയും ഡൈവേർജ് ചെയ്ത് കണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഡൈവേർജ് ചെയ്ത് പോകുന്നത്. ഈ 2 റേയും നിങ്ങളുടെ വന്നില്ലേ? ഫിഗറില് സ്റ്റക്ക് ആവണ്ടല്ലോ അല്ലെ? വന്നിട്ടില്ലല്ലോ. ഞാൻ ആ റേയും കംപ്ലീറ്റ് ചെയ്തിപ്പോ വെറുതെ ഇരിക്കുക കേട്ടോ. വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ എക്സാമിന് നിങ്ങൾ ഇതുപോലെ ഒന്നും കഷ്ടപ്പെടണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു കോൺകേവ് ലെൻസ് കാണിക്കുക. കോൺകേവ് ലെൻസില് ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്യുക. പാരലൽ ആയിട്ട് റേ കാണിക്കുക. പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് പോകുന്ന റേസ് കാണിക്കുക. അത് റിഫ്രാക്ഷന് ശേഷം സെൻട്രലായിട്ട് കാണിച്ചാൽ മതി. അത് ഡൈവേർജ് ചെയ്ത് പോകുന്നത് കാണിക്കുക. ഇത്രയും മതി. ഓക്കെ, ബാക്കി കഥയും ചരിത്രമൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യും? ഇത് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ റേ നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. എന്താ ഇത് ഡോട്ടഡ് കാണിച്ചാൽ മതി കേട്ടോ. ഈ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ശരിക്കും റെയിൽ ഇല്ലാത്തല്ലേ. ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ ഈ 2 റേയും ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഈ ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, വരച്ചെടുത്തു. ഇത് വരച്ചാൽ മതി, ഇത് വരയ്ക്കണം എന്നില്ല കേട്ടോ. പറഞ്ഞോ.
Sir, principal focus of a concave lens in the definition ഈ ലാസ്റ്റ് എന്തായിരുന്നു? Parallel rays after reflection അതായിരുന്നോ? അത് പറഞ്ഞില്ല അല്ലേ? ഓ ഡെഫിനിഷൻ പറയാൻ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞുതരാം. കോൺകേവിന്റെ കോൺവെക്സിന്റെയും പറഞ്ഞുതരാം. കോൺവെക്സിന്റെ പറഞ്ഞില്ലോ ഡെഫിനിഷൻ? ഇല്ല. ഓക്കെ പറഞ്ഞുതരാം. ഇല്ല സാർ. ഓക്കെ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ടും പറഞ്ഞുതരാം. ഇത് ഡോട്ടഡ് കാണിച്ചാൽ മതി. ഈ റെഡ് ലൈൻ ഡോട്ടഡ് കാണിച്ചാൽ മതി. കാരണം ഇവിടെ നിന്ന് റേ ഒന്നും വരുന്നില്ല. നമ്മൾ കണ്ടതാണ്. റേ ഒന്നും അവിടെ നിന്ന് വരുന്നില്ല. അത് നമ്മളുടെ എന്താ പറയാ, അത് കണ്ടോ? ഇവിടുന്ന് റേ ഒന്നും വരുന്നില്ലല്ലോ. ഈ പോയിന്റിൽ നിന്ന് റേ ഒന്നും വരുന്നില്ല. ഇവിടുന്നോ റേ വരുന്നതല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അത് ഡോട്ടഡ് ഇട്ട് വേണം കാണിക്കാനായിട്ട്. സാർ മറ്റേ ഫിഗർ കാണിക്കാമോ? ഏതാ? അമ്മ വരച്ചു കഴിഞ്ഞോ? ഇനി ആരെങ്കിലും വരച്ച് കഴിയത്തുണ്ടോ? ഓക്കെ വരച്ചു. ഞാൻ എഴുതാം. അപ്പത്തേക്കും ഡെഫിനിഷൻ എഴുതാട്ടോ. ഇതിന്റെ എഴുതിക്കോ ആദ്യം. റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിന് പാരലൽ ആയിട്ട് ചെല്ലുന്ന ലൈറ്റ് റേ. റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ല, പ്രിൻസിപ്പൽ ആക്സിസ്. Principal axis after refraction will appear to diverge from a point called principal focus. Principal focus. Rays parallel to the principal axis after refraction will appear to diverge from a point called principal focus. ഇതാണ് കോൺകേവ് ചോദിക്കുമ്പോൾ. കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺവെക്സ് ആകുമ്പോഴോ ഇതുപോലെ തന്നെ. റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ വിൽ കൺവേർജ് അറ്റ് എ പോയിന്റ്. കേട്ടോ, വിൽ കൺവേർജ് അറ്റ് എ പോയിന്റ്. അവിടെ ഈ അപ്പിയർ ടു ഡൈവേർജ് എന്നുള്ള മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ അപ്പിയർ ടു ഡൈവേർജ് എന്നുള്ള മാറ്റിയിട്ട് വിൽ കൺവേർജ് അറ്റ് എ പോയിന്റ് എന്നാക്കിയാൽ മതി. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്ക്. ഇവിടുത്തെ വിൽ അപ്പിയർ ടു ഡൈവേർജ് ഫ്രമും മറ്റേത് കൺവേർജ്. Rays parallel to the principal axis after refraction will converge to a point called principal focus. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ്. കോൺവെക്സ് തിരിച്ചു എഴുതിയാലും നല്ലതാണ്. അങ്ങനെ എഴുതണേ അങ്ങനെ എഴുതിക്കോ. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ, ഇവിടെ കോൺവെക്സ് ലെൻസ് എന്നും അടുത്തതിൽ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് എന്നും. ഓക്കെ, ഏതെങ്കിലും കാണിക്കണമെങ്കിൽ പറഞ്ഞോ. ഇല്ല, ഓക്കെ ആണ്. സാർ ആ കോൺകേവിന്റെ കാണിക്കാമോ? ചെയ്ത് കഴിഞ്ഞവർ എന്ത് ചെയ്യാ? നിങ്ങളുടെ ലെൻസ് ഒരു ക്യാൻഡിലൊക്കെ എടുക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് ഫ്രണ്ടിൽ വെച്ചേക്കാം. നമ്മൾ ഇനി ഇമേജ് ഫോർമേഷൻ ചെയ്യാനായിട്ട് പോവാണ്. മിറർ ചെയ്ത പോലെ തന്നെ ഓരോ കേസിലും ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുമ്പ് 2 ചാർട്ട് മേടിച്ചോ? ചാർട്ട് ഉണ്ടോ? എല്ലാവരും കയ്യിൽ ചാർട്ട് ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു സജഷൻ ആണ്. ഈ 2 ചാർട്ടിന് പോലെ ഒരു ചാർട്ട് 2ആയിട്ട് കീറിയിട്ട് നിങ്ങൾ യൂസ് ചെയ്താലോ? അതായത് 2 ചാർട്ട് വയ്ക്കുമ്പോൾ ഒത്തിരി സ്പേസ് വേണ്ടി വരില്ലേ നിങ്ങളുടെ മേശയില്? അതിൽ നല്ലത് ഒരു ചാർട്ട്. നമുക്ക് ലെങ്ത് അല്ല വേണ്ടേ, നീളമല്ല വേണ്ടേ.
അപ്പൊ ഒരു ചാർട്ട് രണ്ടായിട്ട് കീറിയിട്ട് വെച്ചാലോ നീളം കിട്ടാൻ? നീളം എന്തോരം വേണം? നീളം ഫോക്കൽ ലെങ്ത് മാക്സിമം നിങ്ങളുടെ വരുന്നത് 20 ആണ്. അപ്പൊ 80 സെന്റിമീറ്റർ മാക്സിമം, അതിന് കൂടുതൽ വരില്ല. 80 സെന്റിമീറ്റർ ആണ് മൊത്തം നീളം വേണ്ടത്, ഫുൾ ലെങ്ത് വേണ്ടത്. അപ്പൊ ഞാൻ കീറിയേക്കണേ, ഞാൻ കാണിച്ചു തരാം. ഞാൻ കീറിയേക്കുന്നത് കാണിച്ചു. ഇത് പ്രസന്റേഷൻ ഓഫ് ചെയ്തോട്ടെ? ഓക്കെ, ഓഫ് ചെയ്യണേ. ആർക്കെങ്കിലും വേണോ? സാർ ക്ലാസ് കഴിഞ്ഞിട്ട് കാണിച്ചു തരണേ. ക്ലാസ് കഴിഞ്ഞ് കാണിച്ചു. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇതാ ഞാൻ ആ ചാർട്ട് രണ്ടായിട്ട് കീറിയതാണ്, കണ്ടോ? ഓക്കെ, പകുതിക്ക് വെച്ച് കറക്റ്റ് പകുതിക്ക് വെച്ച് കീറിയാ മതി. സാർ പറഞ്ഞോ. ഞാൻ ഒട്ടിച്ചു. ഒട്ടിച്ചാ? രണ്ടും ഒട്ടിച്ചാ? എന്നാ കുഴപ്പമില്ല. അതെ, കുഴപ്പമില്ല. ഒരെണ്ണം ഒട്ടിച്ചോളൂ. രണ്ടും ഒട്ടിച്ചു. ഇതാട്ടെ ഞാൻ പറഞ്ഞ സൺറൈസിന്റെ കാര്യം ഇതാണ്. അത് ഫോക്കസ് ചെയ്യുന്ന കാണിച്ചേക്കുന്നതാണ്. ഓക്കെ, പാരലായിട്ട് വരാം. അതുപോലെ തന്നെ കോൺകേമറിലും ഇത് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ശ്രദ്ധിച്ചു. ഇവിടെ ഓക്കെ, കഴിഞ്ഞോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് അല്ലെ? അത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ. ആദ്യം നമ്മൾ ലെൻസ് വെക്കും. ലെൻസ് സെന്ററിൽ വെക്കും. അപ്പൊ നിങ്ങൾ ആ രണ്ടായിട്ട് ചാർട്ട് കീറി ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ രണ്ടിന് നടുക്ക് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ എളുപ്പമാണല്ലോ. ഇത് നടുക്ക് വെക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ചോദിക്കട്ടെ, എത്ര ലൈൻസ് വേണ്ടി വരും ഇതിനകത്ത്? 2 ലൈൻസ് പോരെ? 2 ലൈൻസ് അല്ലെ? ഫോക്കസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലൈനും സെന്റർ ഓഫ് കർവേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലൈനും പോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലൈനും. മൊത്തം 3 ലൈൻ വരച്ചാ പോരെ? എല്ലാരും 3 കാണിച്ചേ. 3 ലൈൻസ് അല്ലെ? മിടുക്കൽ. ആദിൽ കെ അബ്ദുൽ സലാം 3 കാണിക്കുന്നുണ്ട്. പിന്നെ എത്ര ലൈൻസ്? 3 ലൈൻസ് അല്ലേ? കാണിച്ചോളൂ. അച്ചു കാണിച്ചോളൂ. അച്ചുവിന് എത്ര ലൈൻസ് വേണമെന്നുള്ളത് അച്ചു കാണിച്ചോ. എത്ര ലൈൻസ് വേണ്ടി വരും എന്നുള്ളത്. ഓക്കെ 5 കാണിക്കുന്നുണ്ട് ചിലര്, 6 കാണിക്കുന്നുണ്ട്. അവർക്ക് അവിടെ 2 പോൾ ഉണ്ടോന്ന് അറിയില്ല. 2 ഒപ്റ്റിക് സെന്ററിനാണോ ഓരോന്ന് വെച്ചെടുത്തേക്കണെന്ന് അറിയില്ല. ലെൻസ് ഒരെണ്ണുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി 6. അച്ചുവിന് എങ്ങനെയാ? അച്ചു 6 എന്ന് മനസ്സിലായ എങ്ങനെയാ? ഏതൊക്കെയാ 6 ലൈൻ? 2 സൈഡിലേക്കും വേണ്ടേ? 2 സൈഡിലും വേണ്ടേ അല്ലേ? കാരണം അപ്പുറത്തേക്കൊക്കെ ഇമേജ് ഫോം ചെയ്യുന്ന റിയൽ ഇമേജ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സെന്റർ ഓഫ് കർവേച്ചറിന് ഒരു ലൈൻ വേണം. ഇവിടെ ഫോക്കസിന് ഒരു ലൈൻ വേണം. സെന്റർ ഓഫ് കർവേച്ചറിന് ഒരു ലൈൻ വേണം. അതുപോലെ അപ്പുറത്തും എന്ത് ചെയ്യണം? ഫോക്കസിന് ഒരു ലൈൻ വേണം, സെന്റർ. അപ്പൊ 4 ലൈൻ അല്ലേ ആയുള്ളൂ. പിന്നെ നടുക്ക് ഒപ്റ്റിക് സെന്റർ 5 ലൈൻ പോരെ? 5 ലൈൻ. ഓക്കെ, 5 ലൈൻസ് വേണ്ടി വരും നിങ്ങൾക്ക്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും നമ്മൾ ആദ്യം ചെയ്യുന്ന കോൺവെക്സ് ആണ്. അപ്പൊ കോൺവെക്സ് എടുത്തേ. കോൺവെക്സിൽ നിങ്ങളുടെ എല്ലാവരുടെയും കവറിനകത്ത് ഫോക്കൽ ലെങ്ത് ഉണ്ട്. നോക്കി, ഇതുപോലെ ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ആയിരിക്കണം കേട്ടോ. ഡൗട്ട് ഉള്ളവർ അത് എടുത്തിട്ട് എല്ലാവരും ഒന്ന് നോക്കിക്കോ. അടുത്ത് വെച്ച് നോക്കിയോ വലുതായിട്ട് കാണുന്നില്ലേ എന്ന്. അടുത്ത് വെച്ച് സ്ക്രീനിന് അടുത്ത് വെച്ച് നോക്കിയാൽ വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് ആണ്. ഓക്കെ, കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് ചെക്ക് ചെയ്തേ. ഫോക്കൽ ലെങ്ത് പറഞ്ഞോ. എന്നിട്ട് കമന്റ് ചെയ്തോ. ഫോക്കൽ ലെങ്ത് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്നലെ ചെയ്ത് കിട്ടിയ ഒരു ഫോക്കൽ ലെങ്ത് അതും കമന്റ് ചെയ്തോ. അതിന്റെ കൂടെ തന്നെ എഴുതിക്കും. അപ്പൊ 19 ആണെങ്കിൽ 19 മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ചെയ്തതും നിങ്ങളുടെ കവറിലുള്ളതും കമന്റ് ചെയ്തോ. പെട്ടെന്ന് ആയിക്കോട്ടെ. പറഞ്ഞോ. എന്നാ ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാമോ? ആർക്കാണ്? അബിൻ. ഇപ്പൊ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ആ കവറിലുള്ള ഫോക്കൽ ലെങ്ത്, നിങ്ങൾക്ക് കിട്ടിയ ഫോക്കൽ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. ഇർഫാൻ 15, 20 അല്ലേ ഇർഫാനെ? ഈ ഒരു പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞത്. വേറെ എന്താണെന്നറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഒരു റാൻഡം ആയിട്ടൊരു ലെൻസ് എടുത്ത് ചെക്ക് ചെയ്തപ്പോ അതിനകത്ത് 15 എഴുതിയിരുന്നത്. പക്ഷെ ഫോക്കൽ ലെങ്ത് അതിന്റെ 20 ആയിരുന്നു. ചെയ്തു വന്നപ്പോ ഫോക്കൽ ലെങ്ത് 20. അപ്പൊ അതുപോലത്തെ തെറ്റുകൾ നിങ്ങളും ചെയ്യും, നിങ്ങൾക്കും വരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട തെറ്റൊക്കെ ഓൾറെഡി ഞാൻ ആദ്യം ചെയ്ത് തെറ്റിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുവാണ് കേട്ടോ. എന്നാലും നിങ്ങളെ സമയം ലാഭിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം, നമുക്ക് ആദ്യം ഇതിന്റെ ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് എന്ത് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം? ആർക്ക് പറയാം? ഓൾറെഡി ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു, അത് പോരാ. നമുക്ക് ഒന്ന് ക്ലാരിറ്റി വരുത്തണം. കാരണം നമ്മൾ തുടക്കം കുറച്ച് സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഏത് കാര്യം അങ്ങനെയാണ്. ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എളുപ്പം കിട്ടും. പെട്ടെന്ന് ആക്ടിവിറ്റി നിങ്ങളുടെ തീരും. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തെറ്റുകൾ വരും. എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു മെത്തേഡ്, നമ്മൾ തന്നെ ഒരു മെത്തേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആരെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ കേട്ടോ. EQ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പറയാവോ? ആർക്കെങ്കിലും പറയാവോ? ഞാൻ പറയട്ടെ എന്നാ. പറഞ്ഞോ. ഇമേജ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ്
അല്ല ലെൻസിൽ നിന്ന്? അത് ഡിസ്റ്റൻസ് വെച്ചിട്ട് പക്ഷെ നമ്മൾ ലെൻസ് ഫോർമുലയൊക്കെ വെച്ച് ചെയ്യാം, പക്ഷെ നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ പറയാം, ഞാൻ ഒരു മെത്തേഡ് പറയാം. അറ്റ് സിയിൽ വെച്ച് എവിടെയാ കിട്ടണ്ടേ? അറ്റ് സി, അത് ലെൻസിലും അങ്ങനെ തന്നെയാ, സി തന്നെയല്ലേ. അപ്പൊ ഞാൻ അറ്റ് സിയിൽ വെച്ചാൽ പോരാ. ആദ്യം എന്ത് ചെയ്യുക, ലെൻസ് നിങ്ങളുടെ നടുക്ക് പ്ലേസ് ചെയ്യുക. ലെൻസ് പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സീൽ വെക്കുക. സീൽ വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെന്റർ ഓഫ് കർവേച്ചർ എത്രയായിരിക്കും? ഇപ്പൊ ഫോക്കൽ ലെങ്ത് 15 ഉള്ളവരെ സെന്റർ ഓഫ് കർവേച്ചർ എത്രയാണ്? 30. അപ്പൊ ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ മാറിയിട്ട് ഒബ്ജക്ട് വെക്കുക. ഒബ്ജക്ട് അറിയാലോ, ക്യാൻഡില്. എന്നിട്ട് നിങ്ങൾ നോക്കുക, ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ 30 സെന്റിമീറ്റർ മാറി തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. കാരണം ഒബ്ജക്ട് സീൽ ഇരുന്ന സീൽ ഇമേജ് കിട്ടിയേ തീരൂ. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് ഇന്ന് കറക്റ്റ്, ഇന്ന് അതേ ചെയ്യുന്നുള്ളൂ. എല്ലാവരുടെയും ഫോക്കൽ ലെങ്ത് ഷാർപ്പായിട്ട് കിട്ടണം. നമുക്ക് എല്ലാവരുടെയും ഫോക്കൽ ലെങ്ത് കിട്ടണം കേട്ടോ. പറഞ്ഞോ എല്ലാവരും ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ കമന്റ് ചെയ്തോ കേട്ടോ. സാർ കോൺവെക്സ് അല്ലേ? ആ, കറക്റ്റ് ആണോ ഒരു ആൻഡ്രൈസ് ചെയ്തോ ഫോക്കൽ ലെങ്ത്. അതായത് നിങ്ങൾ ഇന്നലെ ചെയ്തപ്പോഴും നിങ്ങളുടെ കവറിനകത്തും ഇപ്പൊ ചെയ്തപ്പോഴും ഒക്കെ ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ പറഞ്ഞു. അമായിൻ ഷാ പറഞ്ഞോ. കോൺവെക്സ് ആട്ടോ, കോൺവെക്സ്. ഇപ്പൊ വെച്ചേക്കണ കോൺകേവ് അല്ല, ഇപ്പൊ ലാസ്റ്റ് ചെയ്തല്ല, കോൺവെക്സ് കേട്ടോ. നിങ്ങൾക്ക് നോക്കാം, ആൾക്കാരെ ഇങ്ങനെ നോക്കുക, മാഗ്നിഫൈഡ് ആയിട്ടല്ലേ കാണുന്നത് കേട്ടോ. കണ്ടോ, മാഗ്നിഫൈഡ് ആയിട്ടാണ് കാണുന്നത് നോക്കാം കേട്ടോ. ഹൈക്ക് കിട്ടുന്നില്ല ഹയ, ഇവിടെ നോക്കിക്കോട്ടോ. ഞാൻ അതേ ലെൻസ് സെന്ററിൽ പ്ലേസ് ചെയ്തു. ഇവിടെ കണ്ടോ, ലെൻസ് ഇവിടെ വെച്ചു. അപ്പൊ എന്റെ ഫോക്കൽ ലെങ്ത് 15 ആയിരുന്നു. ഞാൻ 15 വെച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ 15 സെന്റിമീറ്റർ മാറ്റി വെക്കുമ്പോ നോക്കിക്കോ, 15 സെന്റിമീറ്റർ മാറ്റിയിട്ട് ഞാൻ ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തു. പിന്നെ മിറർ പോലെ ചെയ്യരുത് കേട്ടോ. കുറച്ച് പേരൊക്കെ റിഫ്ലക്ഷന്റെ പുറകെ പോകുന്നുണ്ട്. റിഫ്ലക്ഷൻ അല്ല, മിറർ പോലെ ചെയ്യരുത്. അപ്പുറത്തെ സൈഡിൽ വേണം സ്ക്രീൻ വെക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ക്യാൻഡിൽ വെച്ചു. 30 സെന്റിമീറ്റർ മാറിയിട്ട് കേട്ടോ. 30 സെന്റിമീറ്റർ മാറ്റിയിട്ട് ഞാൻ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്കെയിലാണ് 30. ഇനി ഞാൻ നോക്കുവാണ് 30 മാറി എനിക്ക് ഇമേജ് കിട്ടണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫോക്കൽ ലെങ്ത് അതിന്റെ പകുതി 15 ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഹയ 30 മാറി കിട്ടുന്നുണ്ടോന്ന് ഹയ ഒന്ന് പറയണം കേട്ടോ. എന്തെങ്കിലും ഒരു ഇമേജ് 30 മാറി കാണുന്നുണ്ടോ ഹയ? ഇല്ല അല്ലെ, കാണുന്നില്ല. ഇതൊന്ന് പുറകോട്ട് കൊണ്ടുപോകുമ്പോ കണ്ടോട്ടോ. ഇപ്പോഴോ? ഇപ്പൊ കിട്ടുന്നുണ്ടല്ലേ. ഷാർപ്പാക്ക ഇതേ കൂടെ നോക്കാം. ഇപ്പൊ കാണുന്നില്ലേ? അപ്പൊ അതിനർത്ഥം എന്താ, എന്റെ കുറെ മാറിയിട്ടാണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് തെറ്റാണ്. അതിൽ എഴുതിയേക്കുന്ന 15 അല്ല എന്റെ ഫോക്കൽ ലെങ്ത്. അല്ലായിരുന്നെങ്കിൽ കറക്റ്റ് 30 തന്നെ ഇവിടെ കിട്ടിയേനെ. സ്കെയിൽ വെച്ചേക്കണത് ഇവിടെ കിട്ടിയേനെ. ഇവിടെ കിട്ടിയില്ലോ. വീണ്ടും ഒരു 30, ഏകദേശം ഒരു 65 സെന്റിമീറ്ററോളം മാറിയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അതായത് പറഞ്ഞോ 30 വച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് സ്ക്രീൻ 30 അല്ലേ? അതാ വച്ചു, നോക്കോ. ഉണ്ടോ ഇമേജ്? ഷാർപ്പാണോ ഇമേജ്? കാണും ഷാർപ്പാണോ? ഷാർപ്പാവണെങ്കിൽ എന്ത് ചെയ്യണത്? പുറകോട്ട് കൊണ്ടുപോകുമ്പോ നോക്കി കഴിച്ചു. ഇപ്പോഴോ? കണ്ടാ, വെറുതെ ഇമേജ് കിട്ടിയാ പറയാം. അങ്ങനെയാണെങ്കിൽ എല്ലാ പൊസിഷനിലും ഇമേജ് കിട്ടി നമ്മൾ പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, ഷാർപ്പ് ഇമേജ് വരണം. നമ്മൾ ഫോക്കസ് അങ്ങനെയല്ലേ ചെയ്തേ. ഇനി നോക്കിക്കോട്ടെ ഇനി നോക്കിക്കോ. ഇനി ഞാൻ 20 ചെക്ക് ചെയ്യാൻ പോവാണ്. എന്റെ ഫോക്കൽ ലെങ്ത് 20 ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി 40 സെന്റിമീറ്റർ ഡബിൾ എടുക്കണം. കാരണം സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഡബിൾ ആണ്. അപ്പൊ ഇത് 30 ഇവിടം വരെ ഉണ്ട്. 30 പിന്നെ ഒരു 10 സെന്റിമീറ്ററോടെ മാറ്റി വെച്ചു. അപ്പൊ ഏകദേശം ഇവിടെ വന്നു. ഓക്കെ, ഒബ്ജക്റ്റ് ഞാനിപ്പോ 40 സെന്റിമീറ്റർ മാറ്റി വെച്ചേക്കുന്നത്. സീലാണ് ഇപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. എന്റെ ഫോക്കൽ ലെങ്ത് 20 ആണെങ്കിൽ കേട്ടോ. ഇനി ഞാൻ സ്ക്രീൻ വെച്ച് നോക്കുവാണ്. വീണ്ടും സ്ക്രീൻ വെച്ചിട്ട് എവിടെയാണ് ഇമേജ് കിട്ടുന്നത് നോക്കുവാണ്. ഓക്കെ, സ്ക്രീൻ പുറകോട്ട് കൊണ്ടുപോയി. കാണുന്നുണ്ടോ? ഹൈക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. വെയിറ്റ് ചെയ്യേ. ബാക്കിയുള്ളവർ ആ സമയത്ത് ചെയ്തോട്ടോ. മീൻ ടൈം ബാക്കിയുള്ളവർ കംപ്ലീറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഒന്ന് ആൻഡ്രൈസ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങളുടെ കവറിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് കവറിൽ തിരുത്തിയേക്കാം കേട്ടോ. പറഞ്ഞോ. ഞാൻ ഈ ചാർട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടില്ല. ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒട്ടിച്ചിട്ടില്ലല്ലോ. അത് ഇരുന്നോളൂ കേട്ടോ. ഇനി കണ്ടോട്ടോ. ഹയ കണ്ടോളൂ. ബാക്കിയുള്ളവർക്കൊന്നും വേണമെങ്കിൽ നോക്കാം. കണ്ടോ? കാണുന്നുണ്ടോ ഹയ? സെയിം സൈസ് ആണോ, വലുതാണോ, ചെറുതാണോ എന്നും കൂടെ നോക്കിയേ.
ക്യാൻഡിൽ കാണിക്കണം. ക്യാൻഡിൽ കാണിക്കാൻ പറ്റുമോ? ക്യാൻഡിലാ? കണ്ടോ? സെയിം സൈസ് ആണോ, വലുതാണോ ചെറുതാണോ? ചെറുതായിട്ട്. ചെറുതാണോ? സെയിം സൈസ് അല്ലേ? അത് അവിടെ നോക്കുന്നോണ്ടായിരിക്കും. സെയിം സൈസ് ആണ് കേട്ടോ. ആ ഫ്ലെയിമിന്റെ അതേ സൈസ് ആണ്. ഓക്കെ, അപ്പൊ സീല് വെച്ചാൽ സെയിം സൈസ് കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടൂല. ഓക്കെ, ഞാൻ ഡിസ്റ്റൻസ് നോക്കുമ്പോ നോക്കിയേ, ഇവിടെ ഡിസ്റ്റൻസ് നോക്കിയത് ഇവിടെ വരെ 20 കണ്ടാ, ഇവിടെ വരെ 20 ഉണ്ട്. പിന്നെയും ഒരു 20 കണ്ടാ, വീണ്ടും ഒരു 20. അപ്പൊ കറക്റ്റ് എന്റെ ഫോക്കൽ ലെങ്ത് 20 ആണ്. അപ്പൊ മനസ്സിലായി, എന്റെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 ആണ്. ഇതുപോലെ നിങ്ങളുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നിങ്ങൾ പറയാം. ചിലപ്പോൾ കവറിലുള്ളത് കറക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സെന്റർ ഓഫ് കർവേച്ചർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. ആർക്കൊക്കെ മൈൻഷാക്ക് കിട്ടിയോ? കിട്ടിയവരൊന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ആയി പോകോ കേട്ടോ. കിട്ടിയവരൊന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ആയി പോകോ. ഐഷയ്ക്ക് കിട്ടിയോ? ആ പറഞ്ഞോ. നെറ്റ് തീർന്നു. അയ്യോ, എന്താ ചെയ്യാ? അച്ചു ചെയ്തു നോക്കോ കേട്ടോ. ഗൗരി പറഞ്ഞോ. ഗൗരിക്ക് എത്ര കിട്ടിയ ഗൗരി? 15 സാർ. അപ്പൊ 30 വെച്ചപ്പോ 30 തന്നെ കിട്ടിയോ? സെയിം സൈസിലുള്ള ഇമേജ്. അപ്പൊ ഒന്നും പേടിക്കാലോ. അപ്പൊ ഗൗരിയുടെ ഫോക്കൽ ലെങ്ത് 15 ആണ്. ഗൗരി ഞാൻ കവറിൽ എത്ര എഴുതിയിരിക്കുന്നത്? 15 തന്നെ. ഒരു കുഴപ്പമില്ല, ഗൗരി ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ചെയ്ത്. പറഞ്ഞോ. ആരാണ്? ആർക്കാണ്? അയാൻ കവറിലുള്ള എത്രയായിരുന്നു? കവറിലുള്ള എത്രയാ? 15 ആയിരുന്നു. കിട്ടിയത് എത്രയാ? കിട്ടിയത് 20 സാർ. അതാണ് ചിലരുടെ വ്യത്യാസം വരും, അതുകൊണ്ടാ പറഞ്ഞത്. ഈ 40 വെച്ചപ്പോ 40 തന്നെ കിട്ടിയോ? കിട്ടി സാർ. ഇന്നലെ ചെയ്തപ്പോ എത്ര കിട്ടിയേ? ഇന്നലെ ആക്ടിവിറ്റി ചെയ്തപ്പോ? സാർ ഇന്നലെ കൈ പിടിച്ചോണ്ട് സാർ മെസ്സേജ്. അതെ, ഓക്കെ, കുഴപ്പമില്ല. കറക്റ്റാ. 20 ചെയ്തോ? 20 എടുത്തോ? അപ്പൊ നാളെ വരുമ്പോ 20 എടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്ന് കറക്റ്റ് ചെയ്ത നാളെ ആക്ടിവിറ്റിയിൽ എളുപ്പം കിട്ടും. അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തിട്ട് പറഞ്ഞു. ബിലാലെ പറഞ്ഞോ. ബിലാലെ എന്താ ചോദിച്ചോ? സർ ഞാൻ ലീവ് ആക്കിക്കോട്ടെ. ഹൈക്ക് സംഭവങ്ങൾ ഓക്കെ അല്ലേ? ലീവ് ആക്കോ. ബിലാല് പറഞ്ഞോ. 33 34 34 കിട്ടോ? 30 നോക്കുമ്പോ 34 കിട്ടുന്നേ. അത്ര വ്യത്യാസം ഉണ്ടോ? ഡിസ്റ്റൻസ് ഒക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്തേ കേട്ടോ. ഇനി പറഞ്ഞോ, അഭിന് എത്ര കിട്ടുന്നേ? സാർ ഞാൻ കഴിഞ്ഞ ആക്ടിവിറ്റി ക്ലാസ് ഇല്ലായിരുന്നു, റെക്കോർഡ് ക്ലാസ് കണ്ട. അപ്പൊ എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയില്ല. അയ്യോ, റെക്കോർഡ് ക്ലാസ് കേട്ടില്ലേ? സാർ അതിലെന്നാലും എനിക്ക് മെഷർമെന്റ് എടുക്കുന്ന കാര്യം ക്ലിയർ ആയില്ലായിരുന്നു. അത് ലെൻസ് സെന്ററിൽ വെക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ലെൻസിന്റെ രണ്ട് സൈഡിലായിട്ട് മെഷർമെന്റ് എടുക്കുക. റൈറ്റ് സൈഡിലേക്ക് 30 സെന്റ്. എത്ര അബിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാ ലെൻസിലെ കവറിലുള്ളത്? 15. അങ്ങനെയാണെങ്കിൽ 30 എടുത്ത് വെക്കുക. 30 ഒബ്ജക്ട് വെക്കുക. ലെഫ്റ്റ് സൈഡിൽ സ്ക്രീൻ വെക്കുക. എവിടെ വേണമെങ്കിൽ സ്ക്രീനും ഒബ്ജക്ട് വെച്ചു ഇതിനകത്ത്, കുഴപ്പമില്ല കേട്ടോ. ഒരു സൈഡിൽ ഒബ്ജക്ട്, ഒരു സൈഡിൽ ഇമേജ് ഇരിക്കണമെന്നുള്ളൂ. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 30 ഓക്കെ ആണോ നോക്കുക. 30 ഒബ്ജക്ട് വെക്കുമ്പോൾ 30 ഇമേജ് കിട്ടുന്നുണ്ടോ നോക്കുക. അതായത് ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ മാറ്റി അബിൻ ഒബ്ജക്ട് വെക്കുമ്പോൾ ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ മാറി ഓപ്പോസിറ്റ് സൈഡിൽ ഇമേജ് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് 15 ആയിരിക്കും. അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ? ഇർഫാനെ പറഞ്ഞോ. സാർ എനിക്ക് 35 ഡിസ്റ്റൻസ് കോൺവെക്സ് ലെൻസും സ്ക്രീനും തമ്മിലുള്ളത്. 35 എത്രയില വെച്ചിരിക്കുന്ന ഒബ്ജക്ട്? എത്രയില വെച്ചിരിക്കുന്നത്? 30. 35 30 നല്ല ഷാർപ്പ് ഇമേജ് കിട്ടുന്നില്ല. ഇല്ല സാർ, ബ്ലർ ആയിട്ടാണ്. ബ്ലറാണ്. 32 വെച്ച് നോക്കി. ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കി. ഒരു പൊടിക്ക് ഒബ്ജക്റ്റ് ഒരു അല്പം 16 ഒന്ന് എടുത്തു വെച്ച് നോക്കി. സാർ പറഞ്ഞോ. ക്യാൻഡിലിന്റെയും സ്ക്രീനിന്റെയും ഡിസ്റ്റൻസും പിന്നെ ക്യാൻഡിലിന്റെയും മിററിന്റെയും സ്ക്രീനിന്റെയും ഡിസ്റ്റൻസ് ഈക്വൽ ആയില്ലേ? ഈക്വൽ ആയിട്ട് കിട്ടണം. ഈക്വൽ ആയിട്ട് സെയിം സൈസിൽ കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. കിട്ടിയാ? എത്ര ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ക്യാൻഡിലും ലെങ്സും 45, പിന്നെ ലെങ്സും സ്ക്രീനും 45 കിട്ടിയ. 45 കിട്ടുന്നത്? ഒരു പണി, നമുക്ക് 20 എടുത്ത് തന്നെ ചെയ്തു പോവാം കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുവാണെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. തൽക്കാലം അതിനകത്തുള്ളത് തന്നെ. ചിലപ്പോൾ നിങ്ങൾ ചെയ്തതിന്റെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അത്ര ഷാർപ്പാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയില്ലോ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആൾ പറഞ്ഞോ. നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് പോകും. എത്ര ഇർഫാനെ? എനിക്ക് 32. 32. അങ്ങനെയാണെങ്കിൽ 16 എടുത്ത് ചെയ്യണമെങ്കിൽ 16 എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 15 സെന്റിമീറ്ററിൽ എടുത്ത് ചെയ്യാം. 15 തന്നെ എടുത്ത് ചെയ്തോ. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ നമുക്ക് അപ്പൊ നോക്കിയാൽ മതിയല്ലോ കേട്ടോ. ഓക്കെ, ഇനി സാർ എനിക്ക് 32
ഓക്കെ, അത് നോക്കാൻ പറ്റില്ല. നമുക്കിപ്പോ അങ്ങനെ എടുത്തോ, 15 എടുത്തോ, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. 30 കിട്ടുന്നുണ്ടോ ബിൻഷാദെ? അപ്പൊ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ എടുത്ത് നാളെ ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. എനിക്ക് 30. ആർക്കാ 30 കിട്ടിയേ? അബ്ദുൽ അസീസിന് 30 ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് 15 ആട്ടോ ലെൻസിന്റെ. അത് തന്നെയാണ് കിറ്റിൽ എഴുതിയേക്കുന്നത്, 15 അല്ലേ? ഓക്കെ, അങ്ങനെ തന്നെ പോവാം, കുഴപ്പമില്ല. പിന്നെ ചിലപ്പോ 15 ഉള്ളവരെ ചിലപ്പോ തെറ്റായിരിക്കും. അങ്ങനെയാണെങ്കിൽ 20, 40 എടുത്ത് നോക്ക് കേട്ടോ. 30 എടുത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ 40 എടുത്ത് നോക്ക്. കാരണം 15 20 അതിനകത്ത് 50 20 അതിനകത്ത് വരുള്ളൂ. 15 20 അതിനകത്ത് വരുള്ളൂ കേട്ടോ. അസാബിത്ത് പറഞ്ഞു എത്ര? 19 അപ്പൊ 20 കുഴപ്പമില്ല. അപ്രോക്സിമേറ്റ് 20 അല്ല, 19 ഉദ്ദേശിച്ച് 40 അല്ലേ? 40 എവിടെ? എത്രയിലെ ഒബ്ജക്ട് എത്രയിലെ വെച്ചേ? ഏത് ഡിസ്റ്റൻസിലാ വെച്ചേ? എത്രയില? 20 സെന്റിമീറ്റർ മാറ്റി ഒബ്ജക്ട് വെച്ചോ അതോ 40യോ? 20 വെച്ചപ്പോ 20 ഇമേജും കിട്ടണ്ടോ? അതേതാ ലെൻസ് ഒന്ന് കാണിച്ചേ. ലെൻസ് തന്നെയല്ലേ എടുത്തേക്കുന്നേ? 20 ഫോക്കൽ ലെങ്ത് 10 അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. ഫോക്കൽ ലെങ്ത് 20. എത്രയില ഒബ്ജക്ട് എത്രയില വെച്ച് സാബിത്തെ? അത് പോരാ, 10 വെച്ച് ഒന്നല്ലേ 30 സെന്റിമീറ്ററിൽ വെക്കാം, അല്ലെങ്കിൽ 40 സെന്റിമീറ്ററിൽ വെക്കാം കേട്ടോ. എന്നിട്ട് പറ. ഓക്കെ, പറഞ്ഞോ ആഫിയ. ചെയ്ത് കഴിഞ്ഞവര് പെട്ടെന്ന് അവിടെ പറഞ്ഞോ. ഫോക്കൽ ലെങ്ത് പറഞ്ഞോ. എത്ര കിട്ടിയേ? 15 ആണോ? 30-30 കിട്ടുന്നത്? ഷാർപ്പായിട്ട് സെയിം സൈസ് അല്ലേ? ഓക്കെ, സെയിം സൈസ് അല്ലേ? ലെഫ്റ്റ് ആയിക്കോ. അടുത്ത ആള് അടുത്ത എവിടെ? പറഞ്ഞോ ആർക്കാ? ആർക്കാണ്? ഷഹൻ എത്ര കിട്ടുന്നത്? റെയ്ഹാൻ എത്ര കിട്ടുന്നത്? 30 വെച്ചപ്പോ 30 തന്നെ കിട്ടിയോ? 30 സെന്റിമീറ്റർ വെച്ചപ്പോ. എന്നാണ് ഫോക്കൽ ലെങ്ത് 15 ആട്ടോ. എഴുതി വെച്ചോ, നാളെ നമുക്ക് ചെയ്യാനുള്ള. ഓക്കെ, ഷഹൻ പറഞ്ഞോ. 15 തന്നെയാണോ? കുഴപ്പമില്ല. ഷഹൻ പറഞ്ഞോ. എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ആർക്ക് കിട്ടാത്ത? നിങ്ങൾ ഒന്നല്ലേ 30 വെക്കുക. കാരണം നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് ഒന്നല്ലേ 15 ആയിരിക്കും, അല്ലെങ്കിൽ 20 ആയിരിക്കും. 30 കിട്ടണോ നോക്കാം, അല്ലെങ്കിൽ 40 നോക്കാം കേട്ടോ. 30 35 കിട്ടിയോ? 35 ഒബ്ജക്ട് വെച്ചപ്പോ 35 ഇമേജ് കിട്ടണ്ടോ? ഒന്നോടെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഒന്നോടെ ചെക്ക് ചെയ്യണ്ട. നാളെ നമുക്ക് അത് ഫൈനലൈസ് ചെയ്യാം എന്താ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആള് പറഞ്ഞോ. 40 കിട്ടിയോ ഷെറിനെ? 20 ഫോക്കൽ ലെങ്ത് 20 ആണ് കേട്ടോ. കവറിൽ എത്ര എഴുതിയിരിക്കുന്നത്? 50. അങ്ങനെയാണത് മാറ്റ 20 നാക്ക് കേട്ടോ. ഓക്കെ, പിന്നെ റുഫൈദ പറഞ്ഞോ. 30 ഫോക്കൽ ലെങ്ത് കവറിൽ 15 അല്ലേ? ഓക്കെ, ഐഷ 40 അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ കേട്ടോ. ഓക്കെ, പിന്നെ സാബിത്ത് ചെയ്തവര് പറഞ്ഞു. പിന്നെ ആരാ? പറഞ്ഞോ. എനിക്ക് 30 തന്നെ കിട്ടിയ. 30 അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് 15 കേട്ടോ. ഇനി നിങ്ങൾക്ക് ചെയ്തോ. ഇനി താല്പര്യമുള്ളവർ നിന്നാ മതി കേട്ടോ. അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നാളെ കണ്ടുപിടിച്ചിട്ട് വന്നാലും മതി. എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നാ മതി കേട്ടോ. നിർബന്ധമില്ല. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ. ഷെഹന് കിട്ടുന്നില്ല. ഷെഹനെ ഷെഹൻ 30 വെച്ചോ? 30 വെച്ച് നോക്കിയോ? ആ ലെൻസ് കൂടെ നോക്കട്ടോ. ലെൻസ് അത് തന്നെയാണോ നോക്കുക. അകത്തോടെ നോക്കിയാൽ വലുതായിട്ട് കാണാൻ പറ്റണം. അതാണ് മാഗ്നിഫൈങ് ഗ്ലാസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ കാണാൻ പറ്റണം. എന്നാ ചെയ്തോ, വേറെ കുഴപ്പമൊന്നും വരില്ല. അതിന് മായിൻ ഷാ പറഞ്ഞോ. ദൂരെ കിട്ടണ എന്താണെന്നറിയാം? ഫോക്കൽ ലെങ്ത് കൂടുതൽ വേണ്ടി വരുന്നുണ്ടാ. ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ 50 എത്രയിലാ ചെയ്തത്? 30 ചെയ്തത്? ക്ലിയർ അല്ല. എത്ര സെന്റിമീറ്റർ മായിൻ ഷാ വെച്ചത്? 30 സെന്റിമീറ്റർ ആണോ? 30. അങ്ങനെയാണെങ്കിൽ 40 വെക്ക് കിട്ടും കേട്ടോ. 40 വെച്ച് നോക്ക്. ഇനി ആരാ? സാബിത്തിന് എത്ര കിട്ടിയ? സാബിത്തെ 35 കിട്ടുന്നേ? 40 കിട്ടണ്ടോ? 20 കേട്ടോ. അപ്പൊ ഫോക്കൽ ലെങ്ത് 20 ആയിരിക്കും. ഫോക്കൽ ലെങ്ത് 20 അവിടെ എഴുതി വെച്ചോ.
പിന്നെ അതിലുണ്ട് 20 ആണല്ലേ, കുഴപ്പമില്ല. ഈ ചിലരുടെ മിസ്റ്റേക്ക് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാ, കുഴപ്പമില്ല. ഇനി അമാൻ പറഞ്ഞോ. അമാൻ എത്ര കിട്ടുന്നത്? നിങ്ങൾക്ക് കിട്ടും, വലിയ പാടുള്ള സംഭവം ഒന്നും അല്ല. അമാൻ പറഞ്ഞോ എത്രയാ കിട്ടുന്നേ? 30. അപ്പൊ 15 ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ കേട്ടോ. ഇത് വെച്ചിട്ട് നാളെ ചെയ്യുന്നത്, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നോക്കാം. സെയിം സൈസ് ആണ്, സെയിം ഡിസ്റ്റൻസും ആണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. എനിക്ക് ഒത്തിരി ദൂരെ ഷേന എത്ര സെന്റിമീറ്റർ വെച്ചപ്പോഴാ? 30 വെച്ചേ. 40 വെച്ച് നോക്കി. 30 വെക്കുമ്പോ ദൂരെ കിട്ടുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് കുറച്ചുകൂടി ഉണ്ടെന്നാണ്. ഓക്കെ, ഫസ്ന എന്താ പ്രശ്നം? അമ്ന പറഞ്ഞോ, നിങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞോ. സർ, ഞാൻ 40 വെച്ചപ്പോ 35 കിട്ടി. 40 വെച്ചപ്പോ 35 മറ്റേ 40 വെച്ചപ്പോ 35 ഷാർപ്പ് ഇമേജ് കിട്ടണ്ടോ? ഒരു കുറെ പൊടിക്കോടെ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മുന്നിലോട്ട് കൊടുന്ന് നോക്കി, അപ്പൊ അത് അഡ്ജസ്റ്റ് ആവണമെന്നുണ്ടോ നോക്കി. പൊടിക്ക് മുന്നോട്ട് കൊണ്ടുപോവുക, സ്ക്രീൻ തിരിച്ചു കൊണ്ടുപോവുക കേട്ടോ. ഒബ്ജക്റ്റ് മുന്നിലോട്ട് കൊണ്ടുവരുമ്പോൾ ഷാർപ്പ് ആവണമെങ്കിൽ സ്ക്രീൻ പുറകോട്ട് കൊണ്ടുവരണം, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം നീക്കുന്നത് കേട്ടോ. ഒബ്ജക്റ്റ് ഇപ്പൊ എത്രയാണ് വെച്ചേക്കുന്നത്? 40 അല്ലേ? ഇമേജ് എത്രയല്ല കിട്ടിയേക്കുന്നത്? 35. എന്നാ ഒബ്ജക്റ്റ് ഒരു പൊടിക്ക് മുന്നിലോട്ട് എടുത്തേ. ഒരു ഒബ്ജക്റ്റ് ഒരു 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഒക്കെ ഒന്ന് മുന്നിലോട്ട് എടുത്തിട്ട് എന്നിട്ട് പിന്നെ സ്ക്രീനിൽ അതേ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടോ നോക്കി കേട്ടോ. ഈക്വൽ സൈസിൽ വരും, ഒരേ സൈസിലുള്ള ഒരു ഇമേജ് ഒരേ ഡിസ്റ്റൻസ് കിട്ടും. 38 കിട്ടുമോ നോക്കി. 38 വലിയ സ്കെയിൽ യൂസ് ചെയ്യണം കേട്ടോ. അതാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഓരോ മെഷർമെന്റിലും എറർ വരും, കുറഞ്ഞു പോകും.